അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേദിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ ശിരസ്സിൽ ഇപ്പോഴ് കർത്താവ് തൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ നിന്നെ ആശീർവദിക്കുന്നു. നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക. കർത്താവെ, ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു. ഈ മകളെ ആശീർവദിക്കുന്നു. ഇവരിൽ പോകുന്ന ഓരോ കാര്യങ്ങളും അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് അടിച്ച കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം
ഇവരിന്ന് ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ, കണ്ടുമുട്ടുന്ന വ്യക്തികളിലെ, ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ. കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. കർത്താവെ, ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിൻ്റെ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവെ, ചില അപകടം പിടിച്ച സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ, ചില രോഗികളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ. ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, എല്ലാവിധ രോഗങ്ങളും കണ്ണ് വീർത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. തുടയലിന് വേദനയും അതുപോലെ മരവിപ്പും ഉള്ളവരെ കർത്താവ്, പൊള്ളലിൻ്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിടക്കുന്ന അത്ര വേദന ലഭിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ ത്വക്ക് രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ കൃപാസ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ത്വക്ക് നീറി പുകയുന്നവരുടെ, ശരീരം ചൂടുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരെ, പക്ഷരോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷയ്ക്ക് വരുന്ന മക്കൾ, അവരെ ഈ നിമിഷം ആശീർവദിക്കുന്നു. അവരുടെ പഠനത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെയും ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ. കൊരിന്ത്യർ 12:9 എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി, ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ക്ഷമ ഒരു മാർഗം മാത്രമാണ്. എന്തിനാണ്? നമ്മളെ ബലഹീനമാക്കുകയാണ്. എന്താ ബലഹീനമാക്കണത്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ പവർ, ശേഷി നമ്മൾ അടിയറ വെക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തോറ്റു, നാട്ടുകാരുടെ മുമ്പിൽ തോറ്റു, വീട്ടുകാരുടെ മുമ്പിൽ തോറ്റു. ഇനി ഇങ്ങനെയുള്ള ചളവാരികളെ കൂടെ കൊണ്ടുപോകത്തില്ല ഞാൻ. നീ നിൽക്ക്, എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, ഗുഡ് ബൈ എന്ന് പറയും. ഗുഡ് ബൈ പറയുന്നതിനോടൊക്കെ പറയണം മക്കളെ. പത്രോസ്, പൗലോസ്, ബർന്നബാസോട് ഗുഡ് ബൈ പറഞ്ഞു. 2 തിമോത്തി 4:10 എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. അണ്ണൻ വണ്ടി വിട്ട്. പൗലോസ് എന്താ പറഞ്ഞത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന്. അത് പൗലോസിൻ്റെ വെർഷനാണ്, വെളിപാടാണ്. പക്ഷേ സംടോടെ ബൈബിൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട്, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്നല്ല ഈശോ പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ജീവൻ എന്ന് വെച്ചാൽ കൃപയല്ലേ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയിരിക്കുന്നു. അപ്പം കൃപയാണ് ലക്ഷ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ആധ്യാത്മിക പരിചരണത്തിൻ്റെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ്. എംപവർ ചെയ്ത കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുക. ആ ഉദ്ദേശത്തിൽ വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടത്തടിക്കുന്നതിന് മറു ചേട്ടൻ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് മേലെ കൂടി വിട്ടുകൊടുക്കണം. ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ പോകണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, അതിൻ്റെ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? At any cost, at any lost, receive the grace. ഇത് ഗ്രേസിൻ്റെ കാലമാണ്, കൃപയുടെ യുഗമാണ്.
കൃപയുടെ കാലഘട്ടമാണ്. 2 കാലങ്ങളിലാണ് ദൈവം വരണത്. ഒന്ന് അജ്ഞതയുടെ കാലഘട്ടമുണ്ട്, രണ്ടാമത്. പേര് മജു. എനിക്ക് ഉടമ്പടി പുതുക്കുവാനും എൻ്റെ വൈഫിന് തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാനും മാത്രമായിട്ട് 4 ദിവസത്തെ ലീവിന് ദുബായിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എൻ്റെ വൈഫ് ഈ ജൂൺ മാസം ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിലൂടെ വൈഫിന് കിട്ടിയ സാക്ഷ്യം ഇപ്പം വൈഫ് പറയുന്നതാണ്. ആദ്യമേ തന്നെ പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച കൃപയോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി കരയേറ്റുന്നു. എൻ്റെ പേര് നീതു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞാൻ ജൂണിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് കാരണമായി തീർന്നത് എൻ്റെ ഒരു എക്സാമാണ്. ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. NCLEX-RN എന്ന ഒരു എക്സാമുണ്ട്. അതൊരു മോസ്റ്റ് ടഫസ്റ്റ് എക്സാമാണ് നേഴ്സിംഗ് ഫീൽഡിൽ. അത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർച്ചിൽ എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. സെക്കൻഡ് അറ്റംപ്റ്റ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്ക്, തീർച്ചയായിട്ടും മാതാവ് സഹായിക്കുമെന്ന്. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കൺസിസ്റ്റൻസി അല്ലെന്ന് എനിക്കറിയാം. കാരണം ഹസ്ബൻഡ് എന്ന് പറയുന്ന വെളുപ്പിനെ 4 മണിക്ക്, ഇവിടുത്തെ 5:30 എന്ന് പറയുന്ന അവിടുത്തെ 4 മണിയാണ്. 4 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. അതുമല്ല, ഒരിക്കലും ഹസ്ബൻഡിൻ്റെ കൂടെ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ വഴിയിൽ. അപ്പം കുറേ പേര് നമ്മളെ ചീത്ത പറയുകയും കുറച്ച് പേരൊക്കെ നമ്മുടെ അടുക്ക വന്ന് മേടിക്കുകയും പിന്നെ ഹസ്ബൻഡ് കുറേ പേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പത്രം കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരമ്മയും മകളും ഞങ്ങളെ കണ്ട ഉടനെ, ഹസ്ബൻഡിനെ കണ്ട ഉടനെ അവർ ഓടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതപ്പോൾ എന്നെ വളരെ വിഷമിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കിതൊന്നും പറ്റത്തില്ല, ഈ പത്രവും കൊണ്ടൊന്നും വഴിയോരത്ത് പോയി നിൽക്കുക. അതുമല്ല, അവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ മാതാവ് എന്നെ കൈപിടിച്ച് ഇന്ന് ഈ തിരുവൾത്താരയിൽ നിർത്തിയത് ഒരുപാട് നന്ദി കരയേറ്റുന്നു. ഞാൻ രണ്ടാമത് എക്സാം എഴുതിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞു, എന്നെ ഉടമ്പടി എടുക്കില്ല, ഞാൻ തന്നെ ഒന്നുകൂടെ ഒന്ന് പഠിച്ച് നോക്കിക്കോട്ടെ. അങ്ങനെ രണ്ടാമത് 1.5 മാസത്തെ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും എക്സാം ബോംബെ വെച്ച്, നമ്മുടെ ദുബായിലൊന്നും എക്സാം സെൻറ്റർ ഇല്ല, നമ്മൾ ബോംബെ വരണം. അങ്ങനെ ബോംബെയിൽ വന്നിട്ടാണ് രണ്ടാമത് എക്സാം എഴുതിയത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. രണ്ടാമത്തെ തവണ ആദ്യത്തേനേക്കാൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാൻ എൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഡിലീറ്റ് ചെയ്തു. ഈവൻ ആകപ്പാടെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മാത്രമേ നോക്കത്തുള്ളൂ. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രാത്രി 3 മണിക്കൂർ മാത്രം ഉറങ്ങി പഠിച്ചതാണ് ഞാൻ രണ്ടാമത് എക്സാം എഴുതാൻ പോയത്. പക്ഷേ അവിടെയും രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് വന്നു. ഓൺലൈനിൽ രാത്രി 1 മണിക്കാണ് റിസൾട്ട് വന്നത്. അന്നേരവും പാസ്സായില്ല. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം, എന്നെ സഹായിക്കാൻ. അപ്പോൾ ഹസ്ബൻഡാണ് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഈ ജൂൺ മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആദ്യത്തെ 2 തവണ ഞാൻ പഠിച്ചതിൻ്റെ പകുതി ഒന്നും ഞാൻ പഠിച്ചില്ല. ആ സമയങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് നേരത്തെ തൊട്ടേ കൂടും. അതുകൂടാതെ തന്നെ ധ്യാനം ഇതുവരെ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന ധ്യാനങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ല. ഉപവാസം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരത്തെ പഠിച്ചതുകൂടി ഓർക്കാത്ത ഒരവസ്ഥയായിപ്പോയി. പക്ഷെങ്കിൽ ഞാൻ വചനം 2-3 മണിക്കൂർ ബൈബിൾ വായന നടത്താറുണ്ട്. അത് കണ്ടിന്യൂസ് അല്ല, ദിവസത്തിൽ പല സമയങ്ങളിലായിട്ട്. അങ്ങനെ ആരാധനയിൽ വിശുദ്ധ ദേവാലയത്തിൽ പോകുവാനും കുർബാന സ്വീകരിക്കുവാനും ഒക്കെ കൂടുതൽ സമയവും ഒക്കെ ചെലവഴിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു. അടയാളങ്ങൾ ചോദിക്കാൻ എനിക്ക് ഒരു മടിയായിരുന്നു. കാരണം മാതാവിനെ ഈശോയും സംശയിക്കുവാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളാണ്. അപ്പം മാതാവിനെയും ഈശോയും അങ്ങനെ നമ്മൾ സംശയിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇടയ്ക്ക് ഉണ്ടായ കാരണം ഞാൻ അടയാളങ്ങൾ ചോദിക്കാൻ മാതാവ് ഈശോയും നമ്മളെ സഹായിക്കും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ. പക്ഷേ ഇവിടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളും അതുപോലെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ
ഞാനും എൻ്റെ ചിന്തകളൊക്കെ മാറി ഞാനും അമ്മ മാതാവിനോട് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സുഗന്ധാഭിഷേകം 2 തവണ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു സുഗന്ധാഭിഷേകം. അതിനു മുമ്പേ ഞാൻ വേറൊരു എക്സാം എഴുതിയ സമയത്തും എനിക്കിതുപോലെ സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു. പക്ഷേ അന്നേരം എനിക്കത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഞാൻ അന്നേരം ഈ സാക്ഷ്യങ്ങളൊന്നും കേട്ട് തുടങ്ങിയില്ലായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ. അങ്ങനെ ജൂൺ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ വീണ്ടും എക്സാം എഴുതാൻ പോയി ബോംബെയിലേക്ക്. സത്യം പറയട്ടെ, ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്കുമൊക്കെ ഞാൻ വചനം വായിക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, അതായത് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ഒരിക്കലും അതിൻ്റെ ഇൻറ്റീരിയർ ചേഞ്ചസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും ഈ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഫുൾ ബ്ലൂ കളറായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചു മാതാവ് ഞങ്ങളുടെ കൂടെ എക്സാമിന് വരുവാന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത സമയത്ത് എൻ്റെ മകൻ പറഞ്ഞു, അമ്മ ടി വിയുടെ സ്ക്രീനിൽ റെയിൻബോ ഉണ്ട്, അമ്മ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ പൈലറ്റും അനൗൺസ് ചെയ്തു ദെർ ഈസ് എ റെയിൻബോ എന്ന്. അപ്പം തന്നെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അടുത്ത ദിവസം എക്സാം കഴിഞ്ഞു. അന്ന് അടുത്ത ദിവസം ദുബായിൽ എത്തിക്കഴിഞ്ഞ് റിസൾട്ട് നോക്കിയപ്പം രാത്രി 2 മണിക്കാണ് റിസൾട്ട് വന്നത്. അവിടുത്തെ ഹസ്ബൻഡാണ് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായി. മാതാവില്ലായിരുന്നെങ്കിൽ ഈ 3rd അറ്റംപ്റ്റിൽ എനിക്ക് NCLEX എന്ന പരീക്ഷ പാസ്സാകുവാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ വേറൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് OET കഴിഞ്ഞ വർഷമായിരുന്നു എഴുതിയിരുന്നത്. അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, എൻ്റെ ഹസ്ബൻഡായിരുന്നു അന്ന് ഉടമ്പടി എടുത്തിരുന്നത്. ഹസ്ബൻഡിൻ്റെ ഉടമ്പടി നമുക്ക് ചുറ്റിപ്പെട്ട് നിൽക്കുന്നവരുടെ ഉടമ്പടി സഹായത്താലും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂൾസിനും പാസ്സാകാൻ സാധിച്ചു. റീഡിങ് എനിക്ക് വളരെ ടഫായിരുന്നു. അതുപോലെ തന്നെ ലിസണിങ് ആൻഡ് റൈറ്റിംഗ് വളരെ എളുപ്പമുള്ള മൊഡ്യൂളായിരുന്നു. പരീക്ഷ എഴുതാൻ ചെന്ന സമയത്ത് ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് 4 മൊഡ്യൂൾസിനും നല്ല സ്കോർ കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 2 തവണയോ 3 തവണയോ എഴുതി ക്ലബിംഗ് സ്കോർ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത്. പരീക്ഷ എഴുതി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ടഫായ റീഡിങ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതി തീർക്കുവാനും എനിക്ക് നേരത്തെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. പിന്നെ എൻ്റെ ലിസണിങ് എനിക്ക് നേരത്തെ എളുപ്പമായിരുന്നു, പക്ഷേങ്കിൽ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്കത് ടഫായിട്ടായിരുന്നു തോന്നിയത്. റൈറ്റിംഗ് എന്ന് പറയട്ടെ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ റൈറ്റിങ്ങിന് ഞാൻ പാസ്സാകുമെന്ന്. നേരത്തെ എളുപ്പമായിരുന്നെങ്കിൽ പോലും. കാരണം റൈറ്റിങ്ങിൽ ഞാൻ എഴുതി തീരാറായ സമയത്ത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു. അത് ഉറപ്പായിട്ടും ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളെ അവർ പാസ്സാക്കത്തില്ല. ഞാൻ പെട്ടെന്ന് അത് റബ്ബ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന ആൻസർ എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ഇൻവിജിലേറ്റർ എന്നോട് പറഞ്ഞു, ഡ്രോപ്പ് യുവർ പെൻ. എനിക്കിനി മുന്നോട്ട് പോകാൻ, കാരണം ഓൾറെഡി സമയം കഴിഞ്ഞു, ഇനിയും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ റൈറ്റിങ്ങിന് ഫെയിലായി എന്ന് ഞാൻ ഉറപ്പിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയും സ്ഥലത്ത് ഒരു ലൈൻ ഫുൾ ബ്ലാങ്കായിട്ടാണ് കിടക്കുന്നത്. 1 മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് എൻ്റെ റൈറ്റിങ്ങിനാണ്. എബവ് 400 ഉണ്ട് എല്ലാ മൊഡ്യൂൾസിനും. അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് എല്ലാ മൊഡ്യൂൾസിനും B സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ, അച്ഛൻ്റെ ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ ഈ NCLEX എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു 20 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കേട്ടപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിന് 44 ദിവസത്തിന് ഒരു അത്ഭുതം നടക്കുമെന്ന്. എൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നടന്നു. ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോയി നോക്കിയപ്പോൾ കറക്റ്റ് എൻ്റെ 42ാമത്തെ ദിവസത്തിലാണ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട്, അതായത് പാസ് എന്നുള്ള റിസൾട്ട് വന്നത്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ തോന്നി. ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങളാണ്. പക്ഷേ അവരെ ഇന്നിവിടെ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ എനിക്കത് പറയുവാനും കഴിയത്തില്ല.
ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ അടുക്കൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരെയും ഓരോ സഹായത്തിനായിട്ട് വരുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 20 ദിവസം മുമ്പ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടീനെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവളിപ്പോൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നോക്കുന്നത്. അമ്മയുടെ കൂട്ടത്തിൽ അമ്മയ്ക്കും വരാൻ സാധിച്ചില്ല, അവളുള്ള കാരണം അമ്മയുടെ കൂട്ടത്തിൽ അവളവിടെ ഓരോ ദിവസം ഇന്നും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ വഴി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൃപാസന മാതാവിനെ പറ്റി സംസാരിക്കുകയും അതുപോലെ തന്നെ നേരിട്ട് കാണുന്നവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയും അത്ഭുതം നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരേറ്റുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിനെ കുറിച്ചാണത്. ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ അറിയാവുന്നത്, ശരിക്കും അറിയാൻ തുടങ്ങി 1.5 വർഷമായിട്ടുള്ളൂ. അതിനുമുമ്പ് ജോസഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞങ്ങളെക്കുറിച്ച് ജോസഫിനൊന്നും അറിയില്ല. എല്ലാ ദിവസവും രാവിലെ 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് ഞാൻ മാക്സിമം അതേ സമയത്ത് തന്നെ കൂടാറുണ്ട്. മാർച്ച് മാസം 17-ാം തീയതി നടന്ന ഡെയിലി ബ്രെഡിലെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങളൊരു 1.5 വർഷമായിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവല്ലയിൽ. ഞങ്ങൾ അതിന് സ്ഥലമൊക്കെ വാങ്ങിച്ച് സ്ഥലമെല്ലാം റെഡിയാക്കി. ഈ 2025 മാർച്ച് 17-ന് അത് കല്ലിടാൻ വേണ്ടി ഞങ്ങൾ ഒരാഴ്ച മുമ്പെല്ലാം പ്ലാൻ ചെയ്ത് മാർച്ച് 17-ാം തീയതി കല്ലിടാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞു, ഇന്ന് വീട് പണി ആരംഭിക്കുന്നതിനായിട്ട് കല്ലിടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഡെയിലി ബ്രെഡിലൂടെ ഞങ്ങൾക്ക് സംഭവിച്ചത്, ഞങ്ങളുടെ ബ്രദർ US-ലാണ്. ആൾക്ക് ബ്രീത്തിങ്ങിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പം ഇവിടെ സർജറിയൊക്കെ ചെയ്താണ്, ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ സർജറിയൊക്കെ ചെയ്താണ്. അതത്ര ക്ലിയർ ആയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അത് റിപ്പീറ്റായി ആ ബ്രീത്തിങ് ഇഷ്യൂ. മൂക്കിൻ്റെ പാലമകത്ത് വളഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ആ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത്. അപ്പം ഈ വർഷം 2025 മെയ് 16-ാം തീയതി സർജറി അവിടെ അമേരിക്കയിൽ തന്നെ സർജറി ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഞങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഓർത്തു. അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പ്രത്യേകം പറഞ്ഞു, ഇന്ന് മൂക്കിന് ഇടത് വശത്ത് സർജറി ചെയ്യുന്ന ഒരാളുണ്ട്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് വരുമ്പം ഞങ്ങളും ഞങ്ങളുടെ കുടുംബം എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പേരൻസും എല്ലാം കൃപാസന അമ്മ മാതാവിനോട് മധ്യസ്ഥത കൂടുതൽ യാചിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനത്തിലുള്ള എല്ലാ വചനങ്ങളും ഞങ്ങളനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 3:18-20 തിരുവചനങ്ങൾ. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ ശക്തി വലുതാണ്, വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. നീതു മെജു എന്ന ഈ സഹോദരി തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവത്തെയാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അമ്മ നമുക്ക് ബോണസായിട്ടാണ് ആദ്യത്തെ അനുഗ്രഹം തരുന്നത്. എൻഗ്ലസിൻ്റെ ആ അനുഗ്രഹം മകൾക്ക് കൊടുക്കുമ്പോൾ അമ്മ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ, നീ ഇത്ര നാൾ പരിശ്രമിച്ച് പഠിച്ച് രാത്രി 3 മണിക്കൂർ മാത്രം ഉറങ്ങിയൊക്കെ പഠിച്ചെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് കിട്ടാതിരുന്നത് നിനക്ക് ഞാൻ ദാനമായി സന്തോഷമായി ഈ വിജയം നൽകുമ്പോൾ എൻ്റെ കൂടെ നടക്കുമോ? ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തം അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം അമ്മയ്ക്കൊപ്പം ജീവിതം വിശുദ്ധീകരിച്ച് ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുകയും ജീവിക്കുകയും ചെയ്യുമോ എന്നുള്ളതാണ്. അതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇനി നീതുവിനുള്ള ഉത്തരവാദിത്തം ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുക എന്നതാണ്. മകൾ ഇന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്നു മുതൽ മകൾ കൂടുതൽ അമ്മ മാതാവിന് ഉടമപ്പെടുത്തി ജീവിക്കുവാൻ വാക്കുകൊടുത്താണ് ഈ ആലയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ജീവിത പങ്കാളി നന്നായി തന്നെ സൂചിപ്പിച്ചു, എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എനിക്കമ്മ കൃത്യമായി തന്നെ അടയാളങ്ങൾ നൽകും. വീട് വെക്കാൻ ആഗ്രഹിച്ചു, കല്ലിടാൻ പോയ ദിവസം അന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. മറ്റു കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, സഹോദരൻ്റെ ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദിവസം ഡെയിലി ബ്രെഡിങ്ങിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ കൃത്യതയോടുകൂടി ആ ഓപ്പറേഷനെ പരാമർശിച്ചു. ഡെയിലി ബ്രെഡ് നിരന്തരം കൂടുന്നവരാണെങ്കിൽ അവർക്കറിയാം
നമ്മളൊരു സങ്കടവുമായി അമ്മയുടെ അരികിലണയുമ്പോൾ അമ്മ ആ ദിവസം അന്നത്തെ സന്ദേശത്തിൽ, അന്നത്തെ പ്രാർത്ഥനയിൽ നമുക്കുള്ള ഉത്തരം നൽകിയിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം വലിയ ആത്മബന്ധത്തിൻ്റെ ജീവിതമാണ് അമ്മ മാതാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എളിമയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ വലിയ സ്നേഹത്തോടു കൂടി ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് കാണാനാവും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വിജയങ്ങൾക്ക്, സംരക്ഷണത്തിന്, പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരത്തിന് അമ്മ മാതാവിനും ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും ഞാൻ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ വടക്കഞ്ചേരിയിൽ നിന്നാണ്. ഞാൻ 2022 സെപ്റ്റംബർ 19 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ മോള് ദിയാര. അവൾക്ക് എപ്പോഴും ഫീവർ വരുമായിരുന്നു. ഫീവർ വരുമ്പോൾ 103, 104 നല്ല ഹൈ റേഞ്ചിൽ ഉയർന്നു പോകുമായിരുന്നു. രാത്രി 12 മണി 1 മണിയാകുമ്പോൾ എപ്പോഴും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മെഡിസിൻ കൊടുത്ത് പനി പോവും, വീണ്ടും വരും, അടുത്ത ആഴ്ച പിന്നെയും കൊണ്ടുപോകും. എന്നാൽ വേറെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾക്ക് കാര്യമായ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എപ്പോഴും പനി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. മോൾക്ക് തൈലം ഞാൻ പുരട്ടി കൊടുത്തു. അങ്ങനെ അവൾക്ക് കുറേ നാളായി 2022 ശേഷം അവൾ കഴിഞ്ഞ മാസം മുൻപ് വരെ അവൾ അഡ്മിറ്റ് ആയിട്ടില്ല. പനിയായിട്ട് ഇതുപോലെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആയിട്ടില്ല. അടുത്തത് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് ടൈമിൽ. പക്ഷെ എനിക്ക് കോവിഡ് ടൈം ആയതുകൊണ്ട് ബിസിനസ് ഫെയിൽഡായി. തന്മൂലം ഒരു 3 lakhsോളമുള്ള മെഷീൻസ് എനിക്ക് പെൻഡിങ് വന്നു, വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ നിയോഗത്തിൽ എനിക്ക് എൻ്റെ മെഷീൻസ് വിറ്റ് തരണമെന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ മെഷീൻസിൽ സമർപ്പിക്കുകയും ചെയ്തു. തന്മൂലം എൻ്റെ മെഷീൻസ് എല്ലാം വിറ്റുപോയി. അതുകൂടാതെ ഞാൻ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ടൈമായിരുന്നു. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ബെഡ്റൂമിലായിരുന്നു എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ റൂമിലായിരുന്നു വെച്ചത്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊരു ജോലി വേണം. ഞാൻ ആലത്തൂർ ക്രസൻറ്റ് ഹോസ്പിറ്റലായിരുന്നു ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കല്യാണത്തിന് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് ശേഷം ഞാൻ റിസൈൻ ചെയ്തു. അവിടെ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു ജോലി. പിന്നീട് 7 വർഷം കഴിഞ്ഞു. എനിക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടായി, ഏജ് ഓവറായി, ഒരു ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അമ്മേ മാതാവേ എനിക്ക് ജോലി വേണം. ആ കോളേജിൽ തന്നെ എനിക്ക് ജോലി വേണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ 15 years ആയിട്ട് അവിടെ ഒരു കുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ ഉടനെ ഒന്നും വേക്കൻസി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു മൊബൈൽ നോക്കുന്നത്. ഞാൻ ഇന്ത്യയിൽ സെർച്ച് ചെയ്തു, അവിടെ വേക്കൻസി കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തു. ഇതെല്ലാം ഓൺ ദ സ്പോട്ടിലാണ് നടക്കുന്നത്. ഞാൻ വന്ന് അമ്മയോട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അമ്മേ എനിക്കൊരു ജോലി വേണം. അമ്മേ അത് അവിടെ തന്നെ എനിക്ക് വാങ്ങിച്ചു തരുമോ? വേറൊരു ജോലി ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. താഴ്ന്ന ജോലികൾ ചെയ്യാൻ, എന്ത് ജോലിയും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അനുഭവ പരിചയമുള്ളൊരു ജോലി ചെയ്യണമെന്നൊരാഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ വേക്കൻസി കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തു. അവരെന്നെ വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു 6,000 7,000 കിട്ടിക്കഴിഞ്ഞാൽ ഈ ജോലി കയറാൻ ഞാൻ തയ്യാറാണെന്ന്. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിപ്പോൾ സാമ്പത്തികപരമായി നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അമ്മ മാതാവ് എനിക്ക് ജോലി വാങ്ങിച്ചു തരണമേന്ന്. എൻ്റെ കാശുരൂപം, അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ എല്ലാമാണ്, എൻ്റെ അസറ്റാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാമാണ്. ഞാൻ ആ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചു. അതിനു മുമ്പ് ഞാൻ അറിഞ്ഞു ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും സന്ധ്യയ്ക്ക് കിട്ടുമോ, സന്ധ്യയെ എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ ആരും റിസൈൻ ചെയ്തു പോയ ആരെയും വീണ്ടും പിന്നീട് ജോയിൻ ചെയ്യിക്കാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയായിരുന്നു അവർ ആദ്യം സെലക്ട് ചെയ്തത്. ആ കുട്ടി കോളേജിൽ പോയി നോക്കി, ആ കുട്ടി പോയി എന്നാണ് പറഞ്ഞത്, ജോയിൻ ചെയ്തില്ല. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചു. കാശുരൂപം ഞാൻ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവരെന്നെ സെലക്ട് ചെയ്തു. ഒന്നാമത്തെ പോയിൻ്റ്, എനിക്ക് ഏജ് ഓവറാണ്, എനിക്കിപ്പോൾ ജോലി കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ്, ഞാൻ ആഗ്രഹിച്ച ജോലി, ആഗ്രഹിച്ച സാലറിയിൽ തന്നെ എനിക്ക് മാതാവ് അവിടെ വാങ്ങിച്ചു തന്നു. കൂടാതെ 1 മാസം കഴിഞ്ഞപ്പോൾ സാലറി കൂട്ടിത്തരികയും എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്കവിടെ വാങ്ങിച്ചു തരികയും ചെയ്തു. കൂടാതെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി BSc നേഴ്സിംഗ് കോളേജാണ്. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഒരുപാട് വർക്കുകളുണ്ട്. ഇതൊന്നും ആരും എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. ഒരു എക്സാമുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രീസ് ചെയ്തു പോയി. പെട്ടെന്ന് അവർ പ്രിൻസിപ്പൽ എന്നെ വഴക്ക്
പറഞ്ഞു. ഞാൻ പുറത്തോട്ട് പോയി അമ്മേ മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിൽ ഓൺ ദ സ്പോട്ടിലാണ് അതിനുള്ള ആൻസർ വരുന്നത്. യൂണിവേഴ്സിറ്റിക്ക് ഞാൻ വിളിച്ചു, അവർ ഫോൺ എടുത്തു, അൺഫ്രീസ് ചെയ്തു, ഓൺ ദ സ്പോട്ടിൽ വേഗം പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു. അതുപോലെ അമ്മ മാതാവ് പെട്ടെന്നാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ മോൾക്ക് ഇടയ്ക്ക് ജലദോഷം ചെറിയ പനിയൊക്കെ വരുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുക മോൾ സ്റ്റെയർ കേസിൽ നിന്ന് ഒരു ദിവസം 6 വയസ്സുള്ള സമയത്ത് ഉരുണ്ട് താഴെ വന്ന് വീണ് പുറത്ത് വന്ന് അവൾ വോമിറ്റ് ചെയ്തു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ, എന്തെങ്കിലും ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടാവുമോ എന്നറിയില്ല, നിങ്ങൾ തൃശ്ശൂർക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ അൾത്താരയിൽ ഞാൻ കൈകൾ ഉയർത്തി ഞാൻ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞോളാം, എൻ്റെ കുഞ്ഞിന് ഒരു പോറലും ഏൽക്കല്ലേ എന്ന്. അവിടെ പോയി എക്സ്റേ എടുത്തു. മോൾക്ക് ഒരു പോറൽ പോലും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു മൂവിൻ്റെ ഓയിൽമെൻറ്റ് മാത്രമേ തന്നുള്ളൂ. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയണു. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാതാവിനോട് അമ്മയെ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് എപ്പോഴും പറയുമായിരുന്നു 2022 മുതൽ. പിന്നീട് ഒക്ടോബർ 2024 എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചു. ആൾ വളരെ ടയേർഡായി. ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര സീനാവുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അമ്മേ മാതാവേ എൻ്റെ മനസ്സിൽ ഇതാണ് തോന്നിയത്, 3 ദിവസത്തിനുള്ളിൽ അസുഖം ഭേദമാക്കി തരണമേ, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. 3 ദിവസത്തിനുള്ളിൽ അസുഖം ഭേദമാക്കി തന്നു. അമ്മയുടെ തൈലം പുരട്ടുകയും എപ്പോഴും എൻ്റെ കൂടെ ഈ ഇവിടെ നിന്ന് തന്നിരിക്കുന്ന പുസ്തകവും അതുപോലെ തൈലവും കാശുരൂപം എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലും ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. പ്രാർത്ഥിച്ചു, അസുഖം ഭേദമായി. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഞാൻ അമ്മ മാതാവിനോട് ക്ഷമ പറയണു. എപ്പോഴും ഓരോ സിറ്റുവേഷൻ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മയെന്ന്. പക്ഷേ താമസിച്ചതിന് ഞാൻ അമ്മ മാതാവിനോട് ഈശോയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ മാസം 8-ാം തീയതി മോൾക്ക് പെട്ടെന്ന് ഒരു പനി വന്നു. നല്ല ഫീവറായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ 2022 ശേഷം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മാസമാണ് അവൾ ആദ്യമായിട്ട് ഇതുപോലെ അഡ്മിറ്റ് ആയത്. നോക്കുമ്പോൾ ഡെങ്കി ഫീവറായിരുന്നു. 2 ദിവസം കുഴപ്പമില്ലായിരുന്നു, പഴയതുപോലെ 103 ഒക്കെ ഫീവർ വന്നു. 3-ാമത്തെ ദിവസമായി കുട്ടിക്ക് പെട്ടെന്ന് സ്റ്റൊമക്ക് പെയിനും വോമിറ്റിങ്ങും വന്നു. കുട്ടി ആകെ തളർന്നു. ഡോക്ടർ അപ്പോൾ പറഞ്ഞു, ഇവിടെ വടക്കഞ്ചേരിയിലായിരുന്നു ഞങ്ങൾ, ഡിവൈൻ ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അമ്മ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ലിവറിൽ എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം, ഡെങ്കി ഫീവറാണ്, നിങ്ങൾ താഴത്തോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ജൂബിലി മിഷനിൽ വന്നു. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കാശുരൂപം എടുത്ത് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ ഇത്രയും നാളും ഞാൻ പറഞ്ഞതുപോലെയല്ല, ഞാൻ ഉറപ്പായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അമ്മയുടെ അൾത്താരയിൽ വന്ന് എൻ്റെ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കല്ലേ അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 11 മണിക്ക് 2-3 സ്പൂണ് പൊടിയരിക്കഞ്ഞ് മാത്രമേ എൻ്റെ മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ ഛർദ്ദിക്കെല്ലാം ചെയ്തു. 12-1 മണിയായി. തൃശ്ശൂർ വന്നു, സ്കാൻ ചെയ്തു, അവൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് അമല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കുട്ടിയുടെ കൗണ്ട് നന്നായി കുറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. 5 മണിക്കാണ് അമല ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ കുട്ടിയെ കൊണ്ടുവന്നത്. അവിടെ വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ച ശേഷം കയ്യിൽ തന്നെയുണ്ട് കാശുരൂപം. അവൾക്ക് പനിയോ വയറുവേദനയോ ഛർദിയോ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കൗണ്ടിൻ്റെ പ്രോബ്ലം മാത്രം 2-3 ദിവസത്തിനും കൊണ്ട് ശരിയായി. എൻ്റെ അമ്മ മാതാവിന് ഈശോപ്പായിക്കും ഞാൻ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി ഞാൻ ഇവിടെ നിന്ന് തരുന്ന കൃപാസനം പേപ്പർ പ്രധാനമായിട്ടും ഓൺകോളജി സെക്ഷനിൽ പേഷ്യൻസിന് വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് തരുന്ന തൈലം, എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എൻ്റെ ഏറ്റവും വലിയ എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ മാതാവാണ്. എൻ്റെ കാശുരൂപം ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ല, എൻ്റെ സ്വന്തമായിട്ടുള്ളത് നീ മാത്രമാണെന്ന് എൻ്റെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാത്തിനും ഞാൻ അമ്മ മാതാവിന് ഈശോപ്പായിക്കും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എനിക്കധികം പ്രാർത്ഥന അറിയില്ല. എനിക്ക് വിശ്വാസ പ്രമാണവും സ്വസ്ത്രനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയും മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ സദാ ചൊല്ലി എല്ലാ കാര്യത്തിനും ഞാൻ സമർപ്പിക്കും. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുന്ന ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ കാണുന്ന പാവങ്ങളെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തവരെ സഹായിക്കും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഫുഡില്ലാതെ ഉള്ള പാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ നൽകുകയും ചെയ്തു. ഒരിക്കൽ കൂടി എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറയാൻ ഇവിടെ വരാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മേ മാതാവേ ഇനിയും വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മത്തായി 7:7-8 തിരുവചനങ്ങൾ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. സന്ധ്യ എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ 4 തവണ പുതുക്കി 3 വർഷത്തോളം അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ തൻ്റെ ജീവിതം നയിക്കുന്നത് എങ്ങനെയെന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു.
പാലക്കാട് നിന്ന് ഇത്ര ദൂരമെത്തി അമ്മയുടെ തിരുനടയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിതം കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലും ആദ്യത്തെ ശരണവും അവസാനത്തെ ആശ്രയവും അമ്മ മാത്രമെന്ന തികഞ്ഞ ബോധ്യത്തോടുകൂടി മകൾ ജീവിതത്തെ സമർപ്പിക്കുന്നതും ഓരോ അവസരത്തിലും അമ്മ മാതാവിലൂടെ ലഭിച്ച അത്ഭുതകരമായ ഇടപെടലുകളും രോഗസൗഖ്യങ്ങളും കുടുംബ സമാധാനവും ജീവിത വരുമാന വർധനവും മകൾ ഈ എൽത്താരയിൽ പങ്കുവെക്കുകയായിരുന്നു. മകൾ പറഞ്ഞു, കോവിഡ് കാലത്ത് ബിസിനസ് തകർന്നു പോയി, അതുവഴി കുറേ കാര്യങ്ങൾ സെയിൽ ചെയ്യുവാനായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് ആ മെറ്റീരിയൽസ് മുഴുവനും സെയിൽ ചെയ്ത് പോകുവാനുള്ള വഴി തുറന്നു തന്നു. അങ്ങനെ കുടുംബത്തെ സംരക്ഷിച്ചു വന്ന ഒരു ജോലിക്ക് വേണ്ടി ഏറെ ആഗ്രഹിച്ചു. ഏജ് ഓവറാണ്. ഒത്തിരി പേർ ഏത് ശമ്പളത്തിനും കുറഞ്ഞ ശമ്പളത്തിനും ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. തനിക്ക് താൻ മുൻപ് ജോലി ചെയ്തിരുന്ന ഇടത്ത് മകൾ അവിടെ അപേക്ഷിക്കുകയും ആദ്യം തിരസ്കരിക്കപ്പെട്ടുവെങ്കിലും രണ്ടാമത് മകളെ അവിടെ ആ ജോലിക്ക് വേണ്ടി അവർ വിളിച്ച് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ശരണപ്പെട്ട് പൂർണ്ണമായും ആ നിയോഗം സമർപ്പിക്കുമ്പോൾ അവർ വിളിച്ച് മകൾക്ക് ജോലി കൊടുക്കുന്നു. അവിടെയുള്ള പ്രതിസന്ധിയിലും മകൾക്ക് പരിഹാരം നൽകി സഹായിക്കുന്നുവെന്ന് നമ്മൾ മകളുടെ വാക്കുകളിൽ കേട്ട ഒരു പദം ഓൺ ദ സ്പോട്ട് എന്നാണ്. പെട്ടെന്ന് തന്നെ എല്ലാം ഉടനടി പരിഹാരമാണ് മകൾ പറയുന്നത്. അമ്മയുടെ കരകളിലേക്ക് ഒരു വിഷയം കൊടുത്താൽ, ജോലിയാവട്ടെ, ജോലിക്ക് വന്ന പ്രതിസന്ധിയാവട്ടെ, കുഞ്ഞിൻ്റെ രോഗമാവട്ടെ, കുടുംബത്തിലുള്ള മറ്റ് ജീവിത പങ്കാളിയുടെ വിഷയമാവട്ടെ, ഏതു കാര്യവും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് സഹോദരി പറയും ഓൺ ദ സ്പോട്ടിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അമ്മ മാതാവ് അതിന് പരിഹാരവും അല്ലെങ്കിൽ പരിഹരിക്കുവാനുള്ള വഴികളും തുറന്നു തന്നുവെന്ന്. ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും നമ്മളിത് കാണാറുണ്ട്. ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന് തന്നെയാണ് കൃപാസനം പത്രത്തിലൂടെ നമ്മൾ നിരന്തരം നമ്മൾ വായിക്കുന്നത്. കാരണം സമയത്തിന്മേൽ അധികാരമുള്ള അമ്മയുടെ കരങ്ങളിലാണ് നമ്മൾ ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളെയും ദുരിതക്ലേശങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സമയത്തിന്മേൽ അധികാരമുള്ള അമ്മ സമയ ചുരുക്കത്തിൽ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും ഏത് ഭാരപ്പെട്ട വിഷയവും ലഘൂകരിച്ചുകൊണ്ട് കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹം നൽകി പരിപാലിക്കുന്നുവെന്ന് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. സഹോദരിക്ക് ലഭിച്ച ജോലിയാവട്ടെ, ജീവിത പങ്കാളിക്കും മകൾക്ക് ലഭിച്ച സൗഖ്യങ്ങളാവട്ടെ, ഓരോന്നും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമാകുന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ കൊടുത്ത് ചോദിക്കാം. തീഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് അമ്മയെ തേടാം. അമ്മയുടെ ഹൃദയത്തിൽ മുട്ടുമ്പോഴൊക്കെയും അമ്മ നമുക്ക് വേണ്ടി ഹൃദയ കവാടം തുറന്നു തന്ന് ജീവിത ഭാരങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ സുരക്ഷിതമായ സന്തോഷമുള്ള ഐശ്വര്യമുള്ള ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യം ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നു. ഈ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനീഷ ഡിനോൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് നേഴ്സായിട്ട്. ഞാൻ ആദ്യം ഇന്നാണ് ശരിക്കും ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അതെടുക്കാനുണ്ടായ സാഹചര്യത്തിന് മുമ്പ് ഞാൻ ആദ്യം കൃപാസനത്തെക്കുറിച്ച് കേട്ടത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. എനിക്ക് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ, ഹസ്ബൻഡ് പുറത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ വെക്കേഷന് വരുമ്പോഴൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. പിന്നെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് സൗദിയിൽ സെറ്റിലാവാം, എന്നിട്ടൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. അത് ഉടമ്പടിയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തുടങ്ങി. 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഉണ്ടായത്, എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു 8 years ആയിട്ട് ഒരു വർക്കിംഗ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ബാക്കി ഹസ്ബൻഡ് പറയും. പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിന് നന്ദി. എൻ്റെ പേര് ഡിനോൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കറൻ്റ്ലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 8 കൊല്ലമായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു കമ്പനിയിൽ. ആ കമ്പനിയിൽ മാനേജറുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ആ മാനേജർ, അതായത് ഗ്രൂപ്പിസം, നെപ്പോട്ടിസം, അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫാമിലി തന്നെ സപ്പോർട്ട് ചെയ്യുകയും ബാക്കിയുള്ള വർക്കേഴ്സിനെ, അതായത് എക്സ്പീരിയൻസ് കൂടുതലുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് കുറവുള്ള അവരുടെ ബന്ധത്തിൽപ്പെട്ടവരുള്ള ആൾക്കാർക്ക് മാത്രം സാലറി ഇൻക്രിമെൻ്റ്, ഹൈക്കിങ്, പിന്നെ അതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ ചോദ്യം ചെയ്തു. 8 കൊല്ലമായിട്ട് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ
എന്നോട് മാനേജർ പറഞ്ഞു, മലയാളിയാണ്, എന്നോട് പറഞ്ഞു എക്സിറ്റ് പൊക്കോ, നീ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ എക്സിറ്റ് പൊക്കോ, അല്ലെങ്കിൽ വേറെ കമ്പനിക്ക് മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എക്സിറ്റ് പൊക്കോണ്ട് കുഴപ്പമില്ല, എനിക്ക് എക്സിറ്റ് അടിച്ചു തന്നോളെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എക്സിറ്റ് അടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നു. പിന്നെ ഞാൻ പോയില്ല, ഒരു 15 ദിവസം കമ്പനിയിലേക്ക് പോയില്ല, എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട്. എക്സിറ്റ് അടിച്ചാൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട് പോകാണ്ട് 15 ദിവസം നിന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ഇട്ടപ്പോഴാണ് അറിയണത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇത് അക്കൗണ്ട് എന്താ ഫ്രീസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഫ്രീസ് ചെയ്തതാണ് അക്കൗണ്ട്, നിങ്ങൾ കമ്പനിയിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. കമ്പനിയിൽ ഞാൻ ചെന്ന് ചോദിച്ചു, എന്തിനാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്? നിങ്ങൾ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ എൻ്റെ സർവീസ് മണി എല്ലാതും തന്നിട്ടല്ലേ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും ഫ്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, നിനക്ക് എക്സിറ്റ് അല്ല അടിച്ചു കൊടുക്കുന്നത്, നിനക്ക് ഹുറൂബാണ് അടിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഹുറൂബ് എന്ന് പറഞ്ഞാൽ ബാനാണ്, ലൈഫ് സൗദിയിലേക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റില്ല, വേറെ ജോബിന് അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ബാൻ ചെയ്തിട്ട് ഹുറൂബാക്കി എൻ്റെ സ്റ്റാറ്റസ്, ഇക്കാമയുടെ സ്റ്റാറ്റസും പാസ്പോർട്ട് സ്റ്റാറ്റസും. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഞാൻ ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനെ ഉടമ്പടി എടുക്ക്, അത് പ്രാർത്ഥിച്ചാൽ നടക്കും മാതാവിൻ്റെ അടുത്ത്. ആ ചേച്ചി പറഞ്ഞ ചേച്ചി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എൻ്റെ വൈഫ് ഓൺലൈനായിട്ട് ജൂൺ മാസം ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഓൺലൈനിലായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മയാണ്, അമ്മയോട് നമ്മൾ ഉടമ്പടിയിലൂടെ കാര്യങ്ങളങ്ങനെ പറയേണ്ട കാര്യമില്ലേ. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഡയറക്റ്റായിട്ട് പറയാം, അപ്പോൾ അമ്മ അത് സാധിച്ചു തരാം. അങ്ങനെയാണ്. ഞാൻ ഒരു വിശ്വാസമുള്ള ആളായിരുന്നു ചെറുപ്പം തൊട്ടിട്ട്. എന്ത് കാര്യത്തിലും ഞാൻ നേരിട്ട്, അതായത് എനിക്ക് തീരെ പറ്റാത്ത ഒരു അവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ പള്ളിയെ പോക്ക് അതൊക്കെ കുറവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മോട് അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു, എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട്. എന്തായാലും വൈഫ് എടുത്തിട്ടുണ്ട്. അത് കാലത്ത് എൻ്റെ പ്രഭാത പ്രാർത്ഥന ചെല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈഫ് പറഞ്ഞു ഒരു ദിവസം, ഇതിങ്ങനെ എടുത്താൽ ശരിയാവില്ല, നിങ്ങൾ കൂടി ഉടമ്പടി എടുക്കണം, എന്നാലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് വൈഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി. അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 1-ാം തീയതി 2025 കഴിഞ്ഞ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കാലത്ത് പ്രഭാത പ്രാർത്ഥന ചൊല്ലി സാക്ഷ്യങ്ങൾ കേട്ടു. സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു, വാട്സപ്പിൽ ഷെയർ ചെയ്തു. പിന്നെ വൈഫ് എന്നോട് പറഞ്ഞു, ഇനി രാത്രിക്കൽ പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞു, ഇനി പ്രാർത്ഥനയും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ബൈബിൾ വായന ഞാൻ മറന്നിരുന്നു, ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ബാക്കി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ സീരിയൽ കണ്ടോട്ടെ, സീരിയലല്ല ബിഗ് ബോസ്, അത് കാണുന്ന ആളായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്നോട്, അത് കാണുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, എന്നിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ബൈബിൾ വായിക്കാനിരുന്നു. ബൈബിൾ വായിക്കുന്നത് ഞങ്ങൾ ഈ നമ്മുടെ മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവിടെയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടായിരുന്നത്. ആ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാതിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരു മിററുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാത്ത ആൾ, കണ്ടിന്യൂസ് അരമണിക്കൂർ വായിക്കാത്ത ആളായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വായിച്ച് എനിക്ക് ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിററിൽ, എൻ്റെ ഫ്രണ്ടിൽ മിററാണ്, ആ മിറർ നോക്കിയിട്ടാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട്, ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ മിറർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് കാണും. ഒരു 15 മിനിറ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണടഞ്ഞു പോവാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ്, എന്നാലും നമുക്ക് ഇങ്ങനെ കണ്ണടഞ്ഞു പോയാലും ഈ സൈഡിൽ ഇങ്ങനെ വരണത് അറിയാൻ പറ്റും. ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും ഓബ്ജക്റ്റ് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇരുട്ടാണ് റൂം, ഇതിൻ്റെ മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തുള്ള കട്ടിലിന്മ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾ എന്നെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്, ഞാൻ ഉറങ്ങുന്നുണ്ടോ, അവൾക്കറിയാം ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരും.
അപ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുന്നത്, വൈഫ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾ കണ്ണ് തുറന്നിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ശരിക്കും ബൈബിൾ വായിച്ചു. അരമണിക്കൂറും കഴിഞ്ഞിട്ട് ഇവളൊന്നും മിണ്ടണില്ല. അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് സാധാരണ, എന്താണ് ബൈബിൾ വായിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന എത്തിക്കാം അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ടും ചോദിക്കണില്ല. ചോദിക്കേണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ അവിടെ അവളെ കണ്ടില്ല. ഇവളവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കില്ല, ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് കാണാനില്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി. ഇവളെ അടുക്കളയിൽ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ബാത്റൂമിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കാൻ പോയപ്പോൾ ഇവളെ അടുക്കളയിൽ നിന്ന് പാത്രം മോറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ ബൈബിൾ വായിക്കണമെങ്കിൽ ഒന്നും ചോദിച്ചില്ല, പ്രാർത്ഥന എത്തിക്കേണ്ടത്? അതിന് ഞാനൊന്നും വന്നില്ലല്ലോ, ഞാൻ വന്നിട്ടേ ഇല്ല അവിടെ ഇരിക്കാൻ, അവിടെ വന്നിട്ടുമില്ല ഇരുന്നിട്ടുമില്ല ഒന്നും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു, ഇതേ വന്നു, നീ ഇവിടെ അല്ലായിരുന്നേ, കട്ടിലിൻ്റെ ഈ സ്ഥലത്തല്ലേ ഇരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടില്ല, സത്യമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കൊരു പേടി പോലെ വന്നു, ഒരു തണവ് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നീനാണോ അത് വന്നത്? ഞാൻ ചോദിച്ച വശം ഞങ്ങളുടെ AC സൈഡിൽ വൈഫിൻ്റെയും മകൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് 2 കൊല്ലമായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന ഫോട്ടോയാണ്. ഞാനിത് ചോദിച്ചു, മാതാവേ നീയാണോ വന്നതെന്ന്, ആദ്യത്തെ ദിവസമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് നീനാണോ വന്നതെന്ന് ചോദിച്ച വശം ആ ഫോട്ടോ വീണു. ഫോട്ടോ വീണതോട് കൂടിയിട്ട് എനിക്ക് പേടിയോട് കൂടി ഒരു ഇത് അങ്ങനെ ആയിപ്പോയി. ഒരു വിശ്വാസം വരികയും ചെയ്തു. അതാണ് അന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കൽ അരമണിക്കൂറല്ല അതിൽ കൂടുതലാക്കി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഇവളുടെ ഉടമ്പടി, വൈഫിൻ്റെ ഉടമ്പടി കഴിയാറായി, 3 മാസം കഴിയാറായി. അതായത് സെപ്റ്റംബർ 22-ാം തീയതിയാണ് കഴിയണത്. അപ്പോൾ സെപ്റ്റംബർ 16-ാം തീയതി ഇവൾ പറയണം എന്നോട്, 22-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും 1 സെക്കൻഡ് പോലും ആവശ്യമില്ലാത്ത അവർക്ക് എല്ലാം സാധ്യമാണ്. ഈ നിയമങ്ങൾ മാറ്റാനും മറയ്ക്കാനൊക്കെ അവർക്ക് പറ്റും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. 16-ാം തീയതി 18-ാം തീയതി കാലത്ത് ഒരു മെസ്സേജ് വരാണ്. ഇവളുടെ ഹെഡ് നേഴ്സ് കല ഇവൾക്ക് മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഹുറൂബുള്ളവർക്കൊക്കെ എല്ലാം ഹുറൂബ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 18-ാം തീയതി ഞങ്ങൾ പോയി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യാൻ ഓഫീസിൽ പോയപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഉപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ്, മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആ സൗദി ആയിരുന്നു. സൗദി പറഞ്ഞു, ഇപ്പോൾ കാലത്തോട്ട് ഫയലൊന്നും ഓപ്പൺ ആവണില്ല, നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡിപ്രഷനായി. ഞാൻ എൻ്റെ കയ്യിലുള്ള ഉപ്പ് ആ മേശമ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പ് അവിടെ വെച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും വൈഫും. അരമണിക്കൂറായില്ല, അതിനു മുമ്പ് വിളിച്ചു, ആ സൗദിയെ വിളിച്ചിട്ട്, ഡിനോൺ ആക്സസ് ആവുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, 80% ഇപ്പോൾ ചേഞ്ച് ചെയ്തു, ഇനി 20% കൂടി ചേഞ്ച് ചെയ്യുള്ളൂ, 20% ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസറിന് കിട്ടണം, ഇമ്മീഡിയറ്റ് സ്പോൺസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ കമ്പനിയിൽ ഒരു സ്പോൺസറുണ്ട്, ആൾ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സന്തോഷത്തിൽ ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ ആ സ്പോൺസർ സമ്മതിക്കണില്ല, വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. മാധവനോട് ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാം ശരിയായി, അവസാന നിമിഷത്ത് വീണ്ടും സ്പോൺസർ ഇല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അന്ന് അതിൻ്റെ അടുത്ത ദിവസം 21-ാം തീയതി ഒരു സൗദീനെ പോയി കാണാൻ പറഞ്ഞു. ആ സൗദീനെ പോയി കണ്ടു. സൗദി പറഞ്ഞു, ചെയ്യാം, നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി ഇവളുടെ അവസാനിക്കേണ്ട അന്ന് ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി അവസാനിക്കേണ്ട അന്ന് എൻ്റെ ഹുറൂബ് സ്റ്റാറ്റസ് നീക്കുകയും ആ സൗദി തന്നെ ഇക്കാമ റിന്യൂവൽ ചെയ്യുകയും ഒരു ബിസിനസ് ഓഫർ വയ്ക്കുകയും ബിസിനസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. തിരിച്ച് പുതിയൊരു ജോലിക്കും കയറി, വേറൊരു ജോലിക്കും കയറിയിട്ട് 1-ാം തീയതി തൊട്ടിട്ട് അവിടെ ജോയിൻ ചെയ്യാനും പോവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് കൃപാസനത്തിൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈനിലായതുകൊണ്ട് പത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല, സൗദിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ
ആൾക്കാർക്ക് പൈസയായിട്ട് ഉണ്ടായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സഹായം, പൈസ മാത്രമല്ലാതെ എന്നെ കൊണ്ട് അവർ ചോദിക്കണ എന്തെങ്കിലും ഈ പാവപ്പെട്ടവറ്റങ്ങൾ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സംശയങ്ങളായിട്ട് ചോദിച്ചു വരുന്ന അവർക്ക് ഇഷ്യൂസ് ഉള്ളത്, ഈ കാമയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എനിക്ക് ഈ 1.5 കൊല്ലമായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നതുകൊണ്ട് ഇന്ന ഏജൻസിയിൽ പോകൂ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം അങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റില്ല സൗദി അറേബ്യയിലായതുകൊണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ പത്രങ്ങളെല്ലാം കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ട് തിരിച്ചു പോകും. ഇപ്പോൾ വന്നത് 10 ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ എന്ന് അറിഞ്ഞു അന്ന് തൊട്ട് ഞങ്ങൾ ഇറച്ചി, മീൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച് ഇന്ന് ഉപവാസമാണ്. ഒന്നും കഴിച്ചിട്ടില്ല കാലത്തോട്ട്. അപ്പോൾ സിസ്റ്ററൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്, കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം അങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി. 94-ാം സങ്കീർത്തനം 18ഉം 19ഉം തിരുവചനങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ഡിനോനും അനീഷയും കൂടി വന്ന മനോഹരമായ നമ്മയെല്ലാം വളരെ ചിന്തിപ്പിക്കുന്നൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവർ ഏറ്റുപറഞ്ഞത്. സങ്കടങ്ങളുടെ കാലത്ത് ഇവർ രണ്ടുപേരും കൂടിയെടുത്ത ഒരു വലിയ തീരുമാനമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്നുള്ളത്. ഓൺലൈൻ ഉടമ്പടി ആയാലും തീർത്ഥാടക ഉടമ്പടി ആയാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ ഒരു വലിയ തെളിവാണ്. എല്ലാ കാലങ്ങളിലും ഏതൊക്കെ മക്കളാണ് ഉടമ്പടി എടുത്ത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള അവർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനപ്പുറം പരിശുദ്ധ അമ്മ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണെന്ന് നമുക്ക് വളരെ ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണിത്. സൗദിയിൽ ഒരു 8 വർഷം ജോലി ചെയ്തു കഴിഞ്ഞ് 15 ദിവസത്തോളം വർക്കിന് പോകാതിരുന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1.5 മാസം വർക്ക് ബാൻ ചെയ്ത ഒരു വലിയൊരു അവസ്ഥയിൽ നിന്നും ഈ മകനെ പരിശുദ്ധ അമ്മ രക്ഷിക്കുകയും ഈശോയുടെ വലിയ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും ചെയ്ത ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. 1.5 വർഷം ഒരു ജോലിയില്ല എന്ന് പറയുന്നൊരു വലിയ അൺസർട്ടനിറ്റി പീരീഡാണ്. അവർ 1-ാം തീയതി സെപ്റ്റംബർ 1-ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് 22-ാം തീയതിയാണ് 10:30 മണിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി വളരെ പെട്ടെന്ന് അവർക്ക് സ്പോൺസറെ കിട്ടുകയും അവർക്ക് വർക്ക് ബാൻ നീക്കം ചെയ്യുകയും അവർക്ക് വീണ്ടും സൗദിയിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ടായത്. നമ്മൾ എവിടെയായിരുന്നാലും ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇന്ന് ഓരോ തങ്ങളുടെ തന്നെ നിർവചനങ്ങളാണ്. പരിശുദ്ധ അമ്മയോട് ഈശോയോടും വളരെ വിശ്വസ്തരായിരിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഡിനോൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു വലിയ സാക്ഷ്യമായിരുന്നു അത്. എനിക്ക് വളരെ ആശങ്കയും അതുപോലെ തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റും തോന്നിയ ഒരു അനുഭവം. കാരണം എൻ്റെ അടുത്ത് വന്നിരുന്ന വ്യക്തിയെ പെട്ടെന്ന് കാണാനില്ല എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് പ്രസൻസ് നമുക്കിന്ന് കേൾക്കാനായിട്ട് സാധിക്കും. നാം എപ്പോഴെല്ലാം ഉടമ്പടി സാക്ഷ്യത്തിന് റെഡിയാകുന്നു, ഞാൻ പ്രത്യക്ഷീകരണ സാക്ഷിയാകാമെന്ന് നാം ഒരു പ്രാവശ്യം മനസ്സിൽ ഉരുവിടുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു. നാം ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നില്ല. നാം പുതിയതായി നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മുടെ പ്രയാണം തുടങ്ങുകയാണ്. അനീഷയ്ക്കും ഡിനോനും അവരുടെ ജീവിത പ്രതിസന്ധിയിൽ പരിശുദ്ധമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും. എൻ്റെ പേര് ആൻ. ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയുന്നതിനും ജമാല റാലിയിൽ അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് ന്യൂസിലൻഡിൽ നിന്ന് ഇന്നലെ വന്നു. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2022 ഡിസംബറിലാണ്. ഞാൻ മേമ്മയുടെ കൂടെയാണ് വന്നത്. അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പുറത്തേക്ക് പോകാൻ കുറേ നാളായിട്ട് 2017 മുതൽ ട്രൈ ചെയ്യുന്നതായിരുന്നു. ഞാൻ UK പോകാൻ നോക്കി, പക്ഷേ കോവിഡ് കാരണം എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല. പിന്നെ ദുബായിൽ ഞാൻ ജോലി ഇതിനു വേണ്ടി പോയി, ജോലി കിട്ടി, പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് 2 റിജക്ഷൻ വന്നു. അങ്ങനെ ഇനി ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി പള്ളിയിൽ പോയൊക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ അടിക്കടിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോ തോൽവികൾ വന്നപ്പോൾ ഞാൻ ദൈവമില്ല എന്നൊക്കെ ഉള്ളൊരു സ്റ്റേജിലെത്തി. അങ്ങനെ ഞാൻ ഇവിടെ അന്ന് മേമ്മയുടെ കൂടെ വന്നപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. പക്ഷേ
എനിക്കിവിടെ 10 മിനിറ്റുള്ളിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. ഞാനിങ്ങനെ അതിനോട് പറഞ്ഞു അവിടെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി, അത് മാത്രമാണ് എനിക്ക് അവിടെ വന്നിട്ട് ഒരു ഇത് തോന്നിയത്. അപ്പോൾ അവൻ പറഞ്ഞു അത് മാതാവിൻ്റെ പ്രസൻസ് ആണ്. അപ്പം ഞാൻ അവനെ കളിയാക്കി, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അങ്ങനെ മാം പക്ഷേ സാക്ഷ്യം പറയാൻ മാമിക്ക് പറ്റിയ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അത് എന്നിലൊരു വിശ്വാസത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലേക്ക് എനിക്ക് കിട്ടി. ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ടോളാൻ ഏജൻസിക്കാർ പറഞ്ഞു. അങ്ങനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സാധിക്കും, പ്രയറൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയി. 6 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം പേപ്പേഴ്സ് റെഡിയായി. പക്ഷേ ലാസ്റ്റ് എത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫണ്ട് മെച്യൂർഡ് ആയിട്ടില്ല, 6 മന്ത് മെച്യൂരിറ്റി വേണം, അതായില്ല, അതുകൊണ്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഇൻടേക്ക് നടക്കില്ല എന്നായി. എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഞാൻ ഒരുപാട് ഇത്രയും ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കണില്ല എന്നുള്ള കളിയാക്കലുകളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും അറിഞ്ഞു ഇനിയും അടുത്ത അറ്റംപ്റ്റ് ഞാൻ റെഡി ആയെന്നുള്ളതും. അപ്പോൾ എനിക്കത് ഭയങ്കര, ഞാൻ അന്ന് രാത്രി കുറേ കരഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോൽവികൾ മാത്രം വരുന്നത്, ഞാൻ പ്രാർത്ഥിച്ചിരുന്നതല്ലേ, എല്ലാം നല്ലപോലെ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞു. പക്ഷേ അന്ന് രാവിലെ ഞാൻ കരഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയി. ഇനി ഞാൻ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഒരു 4 മണിക്കായി കാണും. അപ്പോൾ എനിക്ക് റൂമിൽ മുല്ലപ്പൂവിൻ്റെ മണം, ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടേക്ക് നോക്കി, എവിടെന്നെങ്കിലും പിള്ളേർ കൊണ്ടിട്ടതാണോ, എനിക്ക് 2 കുട്ടികളുണ്ട്, അപ്പോൾ ഞാൻ അവരാരെല്ലാം കൊണ്ടിട്ടതാണോ. പക്ഷേ വീട്ടിൽ നിന്ന് ആകെ പുറത്ത് പോകുന്നത് ഞാൻ മാത്രം, വേറെ ആരും പോകുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് ഷിപ്പിലാണ്, ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉണ്ട്, അവർ പ്രായമായതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ അനിയൻ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഞാൻ തലേന്ന് രാത്രി ഇതുപോലെ കരഞ്ഞിട്ട് എനിക്ക് മാതാവ് ഒരു സാന്നിധ്യം കാണിച്ചു തന്നതായിരിക്കാം, എൻ്റെ അവസാനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കാം ഈ ഉടമ്പടി എന്ന് എനിക്ക് അപ്പം തോന്നി. അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇവർ റിജക്ഷൻ ആണ് എന്ന് പറഞ്ഞു. ഐ മീൻ ഈ ഇൻടേക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന ഏജൻസി എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിറ്റേന്ന് അവരുടെ അടുത്ത് പോയി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി ഒരു 6 മാസം വർക്ക് ചെയ്യണ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ജോലി ചെയ്യണ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ആപ്ലിക്കേഷൻ ഇടാം. ഇതൊരു 90% നിങ്ങൾക്ക് റിജക്ഷന് സാധ്യതയുള്ള ഫയലാണ്. കാരണം ഇത്രയും റിജക്ഷൻ ഓൾറെഡി കാനഡ റിജക്ഷനൊക്കെ ഇരിക്കണു. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നിട്ട് പിന്നത്തെ എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാന്നുള്ളതാണ്. പക്ഷേ എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾക്ക് 1 വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, മൂത്ത ആൾക്ക് ക്ലാസ്സിൽ പോകുന്നുണ്ട്, അവൾക്ക് 4 വയസ്സും. അപ്പോൾ ഇവർ 2 പേരെയും ഞാൻ എവിടെയും ആക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ എറണാകുളത്തൊക്കെ പോയി ഡേ കെയർ, 1 വയസ്സായ കുഞ്ഞിനെ ഒരു ഡേ കെയറിലും ഇവിടെ അടുത്തെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇവിടെ എറണാകുളത്തൊക്കെ പോയി നോക്കി. പക്ഷേ അത് ഒട്ടും പോസിബിൾ അല്ലാന്ന് തോന്നി. എനിക്ക് ഒരു ലീവ് എടുക്കേണ്ടിയൊക്കെ വന്നാൽ ആരും നോക്കാനില്ല. അപ്പോൾ ഞാനപ്പോൾ അന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷനും ഇല്ല. കുഞ്ഞുങ്ങളാക്കാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ജോലിക്ക് പോകേണ്ട എനിക്ക് വിസയ്ക്ക് ഇനി അവർ ഏജൻസിക്കാർ വെക്കില്ല എന്നും പറഞ്ഞേക്കണു. അപ്പോൾ ഞാൻ ഈ കാശ് രൂപം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാശ് രൂപം എടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം, കാരണം എൻ്റെ മുമ്പിലുള്ള ഇനി ഒരു വഴിയുമില്ല, ലാസ്റ്റ് ഓപ്ഷനാണിത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അന്ന് എറണാകുളത്ത് ഞാൻ ഇത് പോയി കണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ നാത്തൂൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ഡേ കെയർ ഉണ്ട്, നീ അവിടെ വിളിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അവിടെ ഞാൻ മൂത്ത ആൾക്ക് 3 വയസ്സായപ്പോൾ ചെറുതായിരുന്നു, ഇപ്പോൾ 2 വയസ്സായപ്പോൾ ആക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പറ്റില്ല, ആക്കാൻ പറ്റില്ല, 3 വയസ്സാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒന്നുകൂടി വിളിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ചെറിയ കുട്ടീനെ എടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കാം, ആദ്യം നീ വന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഡേ കെയർ കാണാൻ പോണ സമയത്ത് മൂത്ത ആളുടെ ഇനി എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു പിന്നത്തെ എൻ്റെ ടെൻഷൻ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡേ കെയർ. പിന്നെ അവിടെ പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ അവരുള്ളതുകൊണ്ട് എനിക്ക് അതൊരു സേഫ്റ്റി ഓപ്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ മൂത്ത ആളെ എന്ത് ചെയ്യുന്നുള്ളതിന് എനിക്ക് ആൻസറായിട്ട് ഞാൻ അവിടെ ആഫ്റ്റർ കെയർ ഉണ്ടായിരുന്നു. അതായത് ഇവളുടെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ അവിടെ പിക്ക് ചെയ്ത് അവർ നോക്കും 3 മണിക്ക് ശേഷം. അപ്പോൾ എനിക്ക് എൻ്റെ മെയിൻ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ അവിടെ അന്ന് തന്നെ കിട്ടി. അപ്പോൾ എനിക്കതൊരു ടൈം ഷോർട്ടനിങ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അടുത്തത് എനിക്ക് ജോലി എന്നുള്ളതാണ്. ഞാനപ്പോൾ ജോലിക്ക് കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ ആരും സമ്മതിക്കണില്ല. കാരണം ഇവളുടെ ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്യണം, എനിക്ക് ഈ ടൈമിന് 5 മണിക്ക് 4:30 വന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഓഫീസ് ടൈം എന്ന് പറയുന്നത് 5 മണിയാണ്. പിന്നെ എനിക്ക് എറണാകുളം സൈഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്കമാലി സൈഡിൽ തന്നെ കിട്ടുകയും വേണം.
അങ്ങനെ എനിക്ക് ഒന്നും റെഡി ആവുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ധ്യാനം കേട്ട് തുടങ്ങി. ആദ്യത്തെ ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ ആൻസർ ചെയ്തു. അത് കഴിഞ്ഞാൽ അവരെൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അവരെന്നെ ഓക്കെ പറഞ്ഞു. ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ അവരെന്നോട് ഓക്കെ പറഞ്ഞു. അതൊരു ഹിന്ദു ആണ് അവർ. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളുള്ളതല്ലേ, നേരത്തെ പൊക്കോ, ലേറ്റ് ആയി നേരത്തെ കുഴപ്പമില്ല. അത്ര എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് എനിക്ക് ജോലിക്കും കിട്ടി. അങ്ങനെ എനിക്ക് ഒരു 6 മന്ത് പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ മുഴുവൻ എനിക്ക് എൻ്റെ ലൈഫ് ശരിക്കും വെൽ ഓറിയൻറ്റഡ് ആയി. രാവിലെ 5:30 എഴുന്നേൽക്കണു, ഇവർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണു, സെയിം ടൈം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കണു, ബൈബിള് കേട്ട് തുടങ്ങി. കാരണം എന്നിൽ വിശ്വാസം വന്നു തുടങ്ങി. അത്രയും നാളും എൻ്റെ ഒന്നും ഇല്ലാതെ ഇരുന്നതാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു നല്ല ഓറിയൻറ്റഡ് ആയി ലൈഫ്. പിന്നെ ഒരു നവംബറായി, അടുത്ത വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു. നവംബറായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കാൻ ഞങ്ങൾ ഒരുമിച്ച് വന്നു. അത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ക്യാരിങ് ആണെന്നുള്ളത്. അപ്പോൾ ഇനി വിസ ജനുവരിയിലാണ് അതിൻ്റെ റിസൾട്ട് വരാം. വിസ വരുമ്പോൾ ഞാൻ ക്യാരിങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോകാൻ നോക്കുന്നത്, മാസ്റ്റേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ക്യാരിങ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് ഒരു ഐഡിയയും ഇല്ല അവിടെ ചെന്നിട്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഒരിക്കലും കുഞ്ഞ് വേണ്ട എന്നൊരു ഓപ്ഷൻ ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യില്ല. ഈവൻ വിസ കിട്ടിയാലും ഞാൻ കുഞ്ഞിനെ തന്നെ ചൂസ് ചെയ്ത് ചെയ്യാനുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ജനുവരിക്ക് ആയി കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ ഒരു പാറയുടെ പുറത്തിരിക്കണു, ഇങ്ങനെ കുറേ ആളുകൾ കേൾക്കാനിരിക്കണു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്നോടായിട്ട് പറഞ്ഞു, സ്ത്രീയെ നീ ഭാഗ്യവതിയാണെന്ന്. അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ അച്ഛൻ ഇവിടെ പറയുന്നോടൊന്നും അങ്ങനെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കണം അതൊക്കെ എനിക്ക് അത്ര ഇതുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ ഈ ഇത് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു അതെങ്ങനെ നടക്കുക, കാരണം ഞാൻ ക്യാരിങ് ആണ്, എനിക്ക് വിസ വന്നാൽ പോലും പോകാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ഇത് വിട്ടു. ജനുവരിയിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ വന്നു. വിസ വന്നു കഴിഞ്ഞ് ഞാനപ്പോൾ ഏജൻസിനെ വിളിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു ഇങ്ങനൊരു കേസ് ഞാൻ അവർക്ക് അറിയത്തില്ല, ഇങ്ങനെ ക്യാരിങ് ആയിട്ട് ഇവിടുന്ന് പോയാണ് സ്റ്റുഡൻസിനൊന്നും പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പോകാൻ, കാരണം ഇത്രയും ഞാൻ റിജക്ഷൻ വന്ന് ഞാൻ ഇത് ചെയ്തിരിക്കുന്ന ടൈമാണ്. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നു, ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നു. പക്ഷേ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ സാക്ഷ്യം പറഞ്ഞാലും എനിക്കിപ്പോൾ ഞാൻ ചെന്നിട്ട് തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എന്നെ വിശ്വസിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെയും കളിയാക്കും, ഇവിടുത്തെ വിശ്വാസം ഇല്ലാണ്ടാവും. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു നിനക്ക് വിശ്വാസമില്ലേ, നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒരു തോട്ട് നിൻ്റെ മനസ്സിലല്ല, നീ പോയി നീ ഇത് നേടി വന്നിട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതി എന്ന് അന്ന് സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോകാൻ റെഡി, ആരോടെങ്കിലും എനിക്കിത് ഞാൻ അതിനൊപ്പം കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ക്ലീനിങ് സ്റ്റാഫിന് ആ ടൈമിലൊക്കെ ആകെ സൺഡേ ആണ് എനിക്ക് ലീവ് ഉള്ളത്. സൺഡേ ഞാൻ കുഞ്ഞിനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ ആ ഒരു സൺഡേ കാരുണ്യപ്രവർത്തികൾക്ക് പോകും. ആ ഹോസ്പിറ്റലിൽ പോയി ഫുഡ് വാങ്ങി കൊടുക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വിസ വന്ന് പോവാറായി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു എനിക്കിങ്ങനെ വിസ വന്നു എന്നും പറഞ്ഞ് ഞാൻ അവർക്ക് ഫുഡ് വാങ്ങി കൊടുത്തു. ഞാൻ അവിടെ അവരുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു. ഒരു 30 സ്റ്റാഫുകളുണ്ടായിട്ട് അവരുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ലെങ്കിലും. അങ്ങനെയാണ് ഞാൻ കയറിപ്പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്നു ഞാൻ അവരെ യൂണിവേഴ്സിറ്റി ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കട്ടെ ഡെലിവറി ടൈം വന്നത് എപ്പോഴാണ് നോക്കട്ടെ. കറക്റ്റ് എൻ്റെ ഡെലിവറി ടൈം വന്നത് അവിടെ എനിക്ക് വെക്കേഷൻ വന്ന ടൈമായിരുന്നു. ഒരു 1.5 മാസം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന ടൈമിലാണ് എനിക്ക് ഈ ഡെലിവറി ടൈം വന്നത്, എക്സാമിൻ്റെ ബ്രേക്ക്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിനക്കിത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് പിന്നെ എനിക്ക് പേപ്പേഴ്സ് ഞാൻ സെലക്ട് ചെയ്തതിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പേപ്പേഴ്സ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഒരു പേപ്പർ ആദ്യം ഇവർക്ക് നമുക്ക് കുറച്ച് ടൈം ഒരു 1 വീക്ക് അവർ ടൈം തരും. ആ പേപ്പർ ഓക്കെ ആണെങ്കിൽ അതായിട്ട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഞാനിത് എടുത്തപ്പോൾ എനിക്ക് അത് ഈസി ആയിരുന്നു. എർത്ത് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് തോന്നി. ആ തിയറി ആയിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരതിൻ്റെ കാൽക്കുലേഷൻ പാട്ട് അത് എനിക്കത് ഫോളോ ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല. കാരണം അവിടെ ബാച്ചിലർ ഡിഗ്രി ചെയ്യുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ മാസ്റ്റേഴ്സിൽ വന്നത്. ഒരു തരത്തിലും എനിക്ക് 100% ഉറപ്പ് ഞാൻ ഫെയിൽ ആവുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 2.5 ലക്ഷം രൂപ എക്സ്ട്രാ ഫീസ് അടച്ച് വേറെ പേപ്പർ എടുക്കാം. അപ്പോൾ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ഞാനപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം എൻ്റെ വിസേനെ അഫക്റ്റ് ചെയ്യും, അതല്ല ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാനപ്പോൾ കാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റിൽ ഇട്ടു.
അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും മെഡിക്കൽ റീസൺ ഉണ്ടെങ്കിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രഗ്നൻസി എന്നുള്ളത് വെച്ചു, എനിക്ക് ഇത് ഭയങ്കര സ്ട്രെസ് ആവണു, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ അത് ആ പേപ്പർ ഫീസൊന്നും കൂടാതെ എനിക്ക് അവർ ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. പിന്നീട് വേറെ ഒരു എന്ന് പറയുന്നത് കുഞ്ഞ് എനിക്ക് ആൺകുട്ടിയായിരുന്നു, എനിക്ക് മൂത്തത് 2 പെൺകുട്ടിയാണ്, മൂന്നാമത്തെ ആൺകുട്ടിയായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു പേപ്പറും എനിക്ക് ഞാൻ ഫെയിലാവുന്ന നല്ല പോലെ എനിക്ക് മാർക്ക്, എനിക്ക് എക്സാം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ ഞാൻ അടുത്ത സെമ്മിലായിരുന്നു, ഞാൻ ഇതുപോലെ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, അതും എനിക്ക് പാസ്സാവാൻ പറ്റി. അങ്ങനെ ത്രൂ ഔട്ട് എൻ്റെ ഡെലിവറിക്ക് 2 ആഴ്ച മുന്നാണ് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും അവിടെ ജോയിൻ ചെയ്യുന്നത്. അതുവരെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിലെ പ്രയർ ചെല്ലുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ കാണുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു നല്ല ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഉടമ്പടി കാലത്തിലായിരുന്നു എൻ്റെ ലൈഫ് ഏറ്റവും വെൽ ഓറിയൻറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈം. ഇപ്പോൾ ഞാൻ ന്യൂസിലൻഡിൽ എൻ്റെ പിള്ളേരും ഹസ്ബൻഡും ഒപ്പം ഒരുമിച്ച് ഞാൻ സ്വപ്നം കണ്ട പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം മാതാവും ഈശോ വഴി എനിക്ക് സാധിച്ചു തന്നു. അതിന് വലിയൊരു നന്ദി. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നേർച്ച വസ്തുക്കൾ, ഞാൻ ഈ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തടസ്സങ്ങളായിരുന്നു. ഞാനപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കൈയുടെ വിരൽ നിവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് ഇവിടുത്തെ എണ്ണ വെച്ചിട്ട് ഞാൻ അത് ചെയ്ത് അവളുടെ ഉടമ്പടി തൈലം വെച്ചിട്ട് 2 വിരലും അവളുടെ നേരെ സ്ട്രെച്ചായിട്ട് വന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് എല്ലാ സൺഡേയും ഞാൻ പോവായിരുന്നു. എനിക്ക് വിസ വരുന്നത് വരെയുള്ള ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോവുക, അവിടെ പേപ്പർ കൊടുക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക. പിന്നെ അടുത്തൊരു ചെറിയ കുഞ്ഞുങ്ങൾ ഉള്ള ഒരു ന്യൂ ബോൺ ബേബീസ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന അത്രയും മാക്സിമം ഞാൻ എല്ലാ സൺഡേയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഞാൻ ഒരു 4 പ്രാവശ്യമായിട്ട് ഞാൻ ഫുഡ് കൊടുക്കുമായിരുന്നു. ഈ രോഗികൾക്ക് ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ വിസ വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് കുറേ പേപ്പർ വാങ്ങിയിട്ട് പോയി. ഞാൻ കണ്ട എല്ലാവർക്കും ഓരോ ലഡും ഈ പേപ്പറും കൊടുത്തു. എന്നിട്ട് എനിക്ക് ഇങ്ങനെയായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. ഇപ്പോൾ ഞാൻ പോവാണ് നാളെയെന്നും പറഞ്ഞ് പോണേൻ്റെ തലേന്ന് ഞാൻ ക്യാരിങ് ആയിരുന്നു. എന്നിട്ടും 2-ാം മാസം എന്നിട്ടും ഞാൻ പോയി പറയുന്നു. കാരണം എൻ്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു. ഒരാൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ലാത്ത സ്റ്റേജിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എനിക്കൊരു വഴി കിട്ടിയത് ഇവിടെ നിന്ന് മാത്രമായിരുന്നു. ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി. സങ്കീർത്തനം 25:12 കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരിഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, അനു ഫ്രാൻസിസിൻ്റെ സാക്ഷ്യം ഉടമ്പടി ജീവിതത്തിൽ അവരൊന്ന് ഉഴപ്പി നോക്കി. അവിടെയെങ്ങും ഒരു രക്ഷയുമില്ലായിരുന്നു. ആദ്യമായി മേമ്മയുടെ കൂടെയാണ് കൃപാസനത്തിലേക്ക് വന്നത്. മേമ്മയുടെ സാക്ഷ്യം പറഞ്ഞു കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്നു. ഉടനെ അമ്മ സുഗന്ധ അഭിഷേകം കൊടുത്തു. അതും അത്ര കാര്യമായൊന്നും സ്വീകരിച്ചില്ല. എന്നാൽ ഉടമ്പടി ജീവിതത്തിൽ എങ്ങനെയോ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്തോ, അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ മോളുടെ കൂടെ നടന്നു. ആ 2 മക്കളെ എവിടെയെങ്കിലും ഓൾഡേജ് ഹോമിലോ എവിടെയാണോ കുഞ്ഞിനങ്ങളെ എവിടെ നിർത്തി പഠിപ്പിക്കാനുള്ള വഴികൾ നോക്കിയിട്ട് വിദേശത്ത് പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വീണ്ടും 3ാമതൊരു ക്യാരിങ്ങായി. അത് കണ്ട് സ്വപ്നത്തിൽ അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പറഞ്ഞു, നീ സ്ത്രീകളിൽ ഭാഗ്യവതിയാണെന്ന്. സ്ത്രീയെ നീ ഭാഗ്യവതിയാണെന്നു അച്ഛൻ പറഞ്ഞു. അതെന്താണെന്നറിയാതെ വിഷമിച്ചു. അതാണ് ഭാഗ്യവതിയായിട്ട് വിദേശത്തിന് പോകാനൊത്തത്. ഉടമ്പടി ജീവിതം അവൻ പറയുന്നത് പോലെ ചെയ്തു. അമ്മയുടെ സ്നേഹത്തിലേക്ക് കടന്നു ചെന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചു. ഉടമ്പടിയിൽ അവൻ പറയുന്നത് പോലെ ചെയ്തു. പരിശുദ്ധമ്മ അവർക്ക് വൻ കാര്യം ചെയ്തു കൊടുത്തു. ആ ഭാഗ്യവതി എന്നുള്ള വാക്ക് അവളുടെ മനസ്സിൽ കിട്ടിയത് മുതൽ ഉടമ്പടി ജീവിതത്തിൽ ഉടനടി പരിഹാരവും കിട്ടിത്തുടങ്ങി.
കാരണം ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ആ മോളെ ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് പറയാനിടയായി. അവൾക്കൊരിക്കലും സാധിക്കില്ലായിരുന്നു കരുതി 2.5 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ടി വന്നു. എന്നാൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു മെഡിക്കൽ ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതായിരുന്നു ആ മോളുടെ സന്തോഷത്തിന് കാരണമായത്. ആ കുഞ്ഞുണ്ടായിരുന്നപ്പോൾ അവൾക്ക് കൊടുത്ത പൈസ എല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടനടി പരിഹാരം. നീതിമാന്മാർ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. അനു ഫ്രാൻസിസിനെ പരിശുദ്ധമ്മയും ഈശോയും നൽകിയ വൻ കൃപകൾക്ക് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അമല. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ജോജി. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിനെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അങ്കിൾ വഴിയാണ്. ഞാൻ ആദ്യം എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബ് എനിക്ക് ട്രെയിനിങ് കിട്ടുന്നത് മുംബൈയിലായിരുന്നു. അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ബാംഗ്ലൂർ കിട്ടി, പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എൻ്റെ അങ്കിൾ പറയുന്നത് ഇങ്ങനെ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഉണ്ട്, സോ അതിൽ റിക്വസ്റ്റഡ്. ഞങ്ങൾ ആക്ച്വലി എൻ്റെ അമ്മയുടെ വീട് ഇവിടെ ആലപ്പുഴ തന്നെ കൊമ്മാടിയിലാണ്. പക്ഷേ ഒരിക്കലും ഞാൻ അത്രയും ഇതിനെക്കുറിച്ച് അങ്ങനെ എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പത്രമൊക്കെ തന്നിട്ട് പറഞ്ഞിട്ടുണ്ട് തലേൻ്റെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. പക്ഷെ അപ്പോഴൊന്നും എനിക്കങ്ങനെ വിശ്വാസമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ഒരിക്കലും ആർക്കും കൊടുക്കത്തില്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്ന എനിക്ക് ആരോ പറയുന്ന പോലെയും എൻ്റെ മാനേജറിനോട് ഞാൻ പോയി സംസാരിക്കുകയും പുള്ളി അത് അപ്രൂവ് ചെയ്യുകയും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ബാംഗ്ലൂരിലേക്ക് എനിക്ക് തിരിച്ച് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ വിശ്വാസം തുടങ്ങുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഓരോ തടസ്സങ്ങൾക്കും ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു തുടങ്ങി. അപ്പോഴും എനിക്ക് ഈ കവനനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ മമ്മി ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ വെക്കേഷന് വന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഞാനൊരു ജോബ് സ്വിച്ചിന് വേണ്ടി ട്രൈ ചെയ്യുകയും ഓൾറെഡി വേറെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനും പാക്കേജും ആയിട്ട്. അപ്പോൾ എൻ്റെ മമ്മി ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ മമ്മി ചോദിച്ചു, നിനക്ക് എത്രയാണ് നീ ഉദ്ദേശിക്കുന്ന പാക്കേജ്? ഞാൻ പറഞ്ഞു, മമ്മി ഇത് കിട്ടിയാലല്ലേ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിന് പറ്റുള്ളൂ എന്ന്. മമ്മി അത് എഴുതി വെച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എൻ്റെ അമ്മമ്മയുടെ വീട്ടിലെത്തുകയും പെട്ടെന്ന് 2 മാസം മുൻപ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ സ്ഥലത്തു നിന്ന് എനിക്കൊരു കോള് വരുവാണ്. ഞാൻ ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വേറൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാനിരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവരെത്രയാണ് തരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയാണ്. അപ്പോൾ അവർ പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പാക്കേജിൽ എനിക്ക് അമ്മ മാതാവ് എനിക്ക് ജോലി തന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം ശരിക്കും കൂടി. പക്ഷേ അപ്പോഴും എൻ്റെ വിചാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യങ്ങൾ മാത്രം സാധിക്കും എന്ന് മാത്രമാണ്. പക്ഷേ ഞാനപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഞാനിങ്ങനെ വന്ന് ആദ്യം ഓൺലൈൻ കവനൻ്റ് അങ്ങനെയൊക്കെ എടുത്തു. പക്ഷേ 2022 എനിക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ട്. എൻ്റെ വെഡ്ഡിങ് ഒക്കെ ഫിക്സായി, എല്ലാം 2023 എൻ്റെ വെഡ്ഡിങ് നടക്കുവാണ്. അങ്ങനെ എല്ലാം ഫിക്സായിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സൈഡ് ഓഫ് ഫേസിൽ എനിക്കിങ്ങനെ പാച്ചസ് പോലെ വന്നു. ആദ്യം വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും കാൽഷ്യത്തിൻ്റെ അങ്ങനെ ഡെഫിഷ്യൻസി ആയിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ആകാൻ തുടങ്ങി. ഒരു 3 ദിവസത്തിനുള്ളിൽ അത് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായി. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് എന്തോ വല്ല വാക്സിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടോ, പെട്ടെന്ന് എന്തോ ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ കാരണം സെഗ്മെൻറ്റൽ വിറ്റിലിഗോ പോലെ ഇങ്ങനെ വന്നേക്കുവാണ്. അതിനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനാണെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് മാത്രം എല്ലായിടത്തും പോകാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു, അതാണ് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു മാസ്ക് ഇട്ടുകൊണ്ട്. പിന്നെ അങ്ങോട്ട് അത് മാറുന്ന സമയമാണ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ എന്തിനാ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്നേ? എൻ്റെ വെഡ്ഡിങ്ങും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ശരിക്കും അത് കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം ഞാൻ തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപ്പ് കഴിക്കാൻ തുടങ്ങി.
അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തിരിച്ചു ചെന്നപ്പോൾ എനിക്ക് ഒരു ക്ലിനിക്കിനെ കുറിച്ച് എനിക്ക് റെഫറൻസ് കിട്ടുകയും ഞാൻ അവിടെ പോവുകയും എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വെഡ്ഡിങ്ങിന് മുൻപ് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഓൾമോസ്റ്റ് 80-90% അത് മാറുകയും ചെയ്തു. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, അത് മാതാവ് തന്നെ ഇടപെട്ട് എനിക്കത് ഹീലിംഗ് തന്നതാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ജോലിക്ക്, എല്ലാത്തിനും ഞാൻ ആഗ്രഹിച്ച പോലെ അതേപോലെ എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ വിചാരം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യം നടന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ബൈബിൾ വായന എല്ലാം പതുക്കെ മുടങ്ങും, പിന്നെയും ബാക്ക് ടു നോർമലാവും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ പിന്നെയും വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കും. അങ്ങനെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പോഴൊന്നും എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലിയും ഒക്കെ കിട്ടി. അപ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ആയപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ബ്രസ്റ്റിൽ, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു 3rd മന്തിൽ എനിക്ക് ബ്രസ്റ്റ് പെയിൻ, ഭയങ്കര ബ്രസ്റ്റ് പെയിൻ, അതൊരു ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിന് ഭയങ്കര പെയിൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എല്ലാവരും പറഞ്ഞു അത് ഈ ഒരു പ്രഗ്നൻസിയിലുള്ളതാണ്, ചേഞ്ചസ് ഇൻ ബോഡിയിൽ വരുന്നതാണ് എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ റെഗുലർ ചെക്കപ്പിൽ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇറ്റ്സ് കോമൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഡസൻ ലുക്ക് നോർമൽ, ഇമീഡിയറ്റ്ലി തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സ്കാനിങ്ങിന് ഇതാക്കി. അപ്പോൾ അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡോക്ടർ പറഞ്ഞു അത് എന്തോ നീഡ്ലിങ് ചെയ്തിട്ട് അത് കൾച്ചറിന് വിടാം എന്ന് പറഞ്ഞു. അത് കൾച്ചറിന് വിട്ടു. എന്തൊരു പസ്സിൻ്റെ ഇത് വന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് ഇൻസെഷൻ ചെയ്ത് അത് കളഞ്ഞു കഴിഞ്ഞാൽ അത് മാറും എന്ന് പറഞ്ഞു. അതങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ ചെയ്തു, പിന്നെ ഒക്ടോബറിൽ ചെയ്തു, ഒരു തവണ ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് വേദന കൊണ്ട് പറ്റുന്നില്ല, ഇൻസെഷൻ്റെ വൂണ്ടും ക്ലോസ് ആകുന്നില്ല, അതിൽ നിന്ന് പസ് വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നവംബറിലായപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് വേദനയായി. ഞാൻ ആരോടും പറയുന്നില്ലായിരുന്നു. ഞാൻ നോർമൽ, ആൾക്കാർ കാണുമ്പോൾ നോർമലായിട്ട് തന്നെ ഒരു ലൈഫ്, പക്ഷേ എനിക്ക് ഇത് പറയാനോ എനിക്ക് ഇങ്ങനെ ഞാൻ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ആരോടും പറയാനോ ഒന്നും, എൻ്റെ ഫാമിലിക്ക് ഒരുപാട് വിഷമമായി. അത് കഴിഞ്ഞപ്പോൾ ആൻറ്റിബയോട്ടിക്കും അവർക്ക് വലുതായിട്ട് തരാൻ പറ്റുന്നില്ല, കാരണം കൊച്ച് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് കൊച്ചിനെന്തെങ്കിലും പറ്റുന്ന കാരണം സിവിയറായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും തരാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ സർജറി. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഭയങ്കര സിവിയർ ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എടുത്ത് കളയാം, എത്ര എന്ന് പറഞ്ഞ് ഇൻസെഷനും യു വിൽ ടേക്ക് പെയിൻ ലൈക്ക് യുനോ ആൻറ്റിബയോട്ടിക്, ലെറ്റ്സ് ഡു എ സർജറി എന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിൽ നല്ല ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന എൻ്റെ ഗൈനിക്ക് റെഫർ ചെയ്ത് അവിടെ തന്നെ ഞാൻ എൻ്റെ സർജറി ചെയ്തു. സർജറി ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങളിത് ബയോപ്സിക്ക് അയക്കും, ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്, കുഡ് ബി എ TB ഓർ ലൈക്ക് വാട്ട് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, ലെറ്റ്സ് സെൻഡ് ഇറ്റ് ഫോർ ബയോപ്സി എന്ന് പറഞ്ഞു. എനിക്ക് ബയോപ്സി എന്ന് കേട്ടതോടെ ഞങ്ങളെല്ലാവരും ആകെ ഒട്ടും എനിക്ക് ആകെ തകർന്നു പോയ ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ആണെങ്കിൽ വാട്ട് വിൽ ഐ ഡു, എൻ്റെ കൊച്ച് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ വിശ്വാസം ശരിക്കും ഞാൻ മുറുകെ പിടിച്ചത്. ഞാൻ 5:30 പ്രാർത്ഥനയ്ക്ക് കൂടാൻ തുടങ്ങി, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എല്ലാം ഞാൻ പിന്നെയും ഞാൻ ഉടമ്പടിയിലേക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു ദിവസം ഞാൻ 5:30 ഇത് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ബയോപ്സിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന് ദിവസം തന്നെ എൻ്റെ ഈ ബയോപ്സി റിപ്പോർട്ട് വന്നു. അത് ഒരു കണ്ടീഷൻ കോൾ ഗ്രാനുലോമേറ്റസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി, ക്യാൻസറോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ, ഫാമിലിക്ക് എല്ലാവർക്കും സമാധാനമായി. ഞാനത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞു, ഇനി ഇതോടെ പോയി, പിന്നെ കുറച്ച് ആൻറ്റിബയോട്ടിക്സും എടുത്തു, അതോടെ തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം തൊട്ട് എൻ്റെ ഡെലിവറി വരെ എനിക്കത് ഹീലായില്ല. ഓരോ ആഴ്ചയും അറ്റ്ലീസ്റ്റ് 3 തവണ ഞാൻ ആ സമയത്തൊക്കെ വർക്കിംഗ് ആണ്, ഞാൻ എൻ്റെ വർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോവും, ഹോസ്പിറ്റലിൽ പോവും, ഡ്രസ്സ് ചെയ്യും, ഇത് വരും. അതും എനിക്ക് എൻ്റെ അവസാനം ലാസ്റ്റൊക്കെ ആയപ്പോൾ വയറും വെച്ച് പോവുകയും വരികയും ഹോസ്പിറ്റലിൽ തന്നെയായി ഓൾമോസ്റ്റ് 9 months ഞാൻ എൻ്റെ ഡെലിവറി വരെ.
എൻ്റെ ഡെലിവറി ആ സമയപ്പോഴും എൻ്റെ ഡോക്ടർ ഗൈനക്ക് പറഞ്ഞു ഇതെന്തൊരു കഷ്ടമാണ്, ഐ എം നോട്ട് സീൻ ഇൻ മൈ ലൈഫ് എൻ്റെ എൻറ്റയർ കരിയറിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ. ഈ ഒരു ഗ്രാനുലോമൈറ്റിസ് ഞാൻ ലൈക്ക് ഫീഡിങ് മദേഴ്സിന് കണ്ടിട്ടുണ്ട്, പക്ഷേ വൈ ഹാവ് യു ഗോട്ട് ഇറ്റ് ലൈക്ക് ഐ ഹാവ് നോ ഐഡിയ. ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. എൻ്റെ സർജറി നടക്കുമ്പോഴും എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ലൈക്ക് അത് എമർജൻസി സി സെക്ഷൻ ആയതായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഡോക്ടേഴ്സ് അവിടെ തമ്മിൽ ഡിസ്കസ് ചെയ്യുക, ഹർ കണ്ടീഷൻ വാട്ട് ഷീ went through is really bad, like you know till her last she was going through ഈ ഡ്രസ്സിങ്ങും അതും ഈ ഡ്രസ്സിങ് കട്ട് ചെയ്യും. അവർ പറയും ഓക്കെ ഇത് ഹീലായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യും. അപ്പോഴേക്കും അത് പിന്നെയും പസ് വരും. അങ്ങനെ ഇത് തന്നെ രണ്ട് തവണയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അവർ കംപ്ലീറ്റ് ആൻറ്റിബയോട്ടിക് IV ത്രൂ കയറ്റി. അപ്പോഴൊന്നും വന്നിട്ട് ഹീലാകുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അത്ര പകുതി ഞാൻ ഓക്കെ ആൻറ്റിബയോട്ടിക് കയറ്റിയല്ലോ ഇനി അത് ഹീലാവും, അങ്ങനെയായിരുന്നു എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നത്. പകുതി മാതാവിലും പകുതി ഇങ്ങനെ മെഡിക്കൽ സയൻസിലുമായിരുന്നു. ഇതിനൊക്കെ ശേഷം ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 months ഞാൻ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കൊച്ചിനെ വിട്ടിട്ട് പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. ആൻഡ് അവർ പറഞ്ഞു അത് എൻ്റെ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല, ഇപ്പോൾ ഒരു ബ്രസ്റ്റിലല്ലേ ഉള്ളൂ, കൊച്ച് ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അടുത്ത ബ്രസ്റ്റിൽ ഇൻഫെക്ഷൻ വന്നാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഫോർമുല ആയിരിക്കും, ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഫോർമുല ആയിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ കൊച്ച് ജസ്റ്റ് എനിക്കൊന്നൊരു കുറച്ച് ഒരു 2 ദിവസം പോലും ഫോർമുല കുടിച്ചില്ല. അപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം 6 മാസത്തോളം കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. എനിക്ക് 2 months കഴിഞ്ഞപ്പോഴേക്കും ആണ് പെട്ടെന്ന് എൻ്റെ മമ്മിക്ക് എൻ്റെ അങ്കിൾ ഇവിടെ നടന്നൊരു സാക്ഷ്യം അയച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിക്കും എൻ്റെ സെയിം കണ്ടീഷൻ. ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് സീത്ത് പൂശുകയും തൈലം ഇതാക്കിയതിന് ശേഷം ആ ചേച്ചിയുടെ കംപ്ലീറ്റ് ആയിട്ട് ഈ കണ്ടീഷൻ ഇവിടുന്ന് മാറുകയും. അപ്പോൾ ഞാൻ ആക്ച്വലി 6-ാം മാസത്തിൽ തന്നെ ഇവിടെ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ ഞാൻ സീത്ത് അച്ഛൻ തരികയും ഞാനത് എൻ്റെ അടിവയറ്റിൽ തേക്കുകയും. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞായിരുന്നു, അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും എനിക്ക് കംപ്ലീറ്റ് അനസ്തേഷ്യയൊക്കെ തന്നിട്ടാണ് അവർ ചെയ്തത്, അപ്പോൾ എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്കും കൊച്ചിനും ഒന്നും ഉണ്ടാവില്ല, നീ ഇവിടെ വന്ന് നന്ദി പറയുമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ എനിക്ക് ഈ സാക്ഷ്യം കൂടി കഴിഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ഈ ഉടമ്പടി ജീവിതം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് വേ ഓഫ് ലൈഫ്. ആൻഡ് ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ അത് ലൈക്ക് കംപ്ലീറ്റ്ലി ഞങ്ങൾ അങ്ങനെ ജീവിച്ചു തുടങ്ങിയപ്പോൾ വണ്ടേഴ്സ് ആണ് നടന്നേക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ബോഡി ഹീലായിക്കൊണ്ടിരിക്കുവാണെന്ന്. ഞാൻ എല്ലാ ദിവസവും പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. എൻ്റെ ബ്രസ്റ്റിൽ ഞാൻ തേക്കുകയും എൻ്റെ കൊച്ചിന് ഞങ്ങൾ 3 പേരും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. ഞാനൊരു ഡ്രസ്സിങ്ങിന് പോയ സമയത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞു ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത് തന്നെയല്ലേ എത്ര തവണയും പിന്നെ ഇത് ക്ലോസ് ചെയ്യുകയും കീറുകയൊക്കെ ചെയ്യുന്നു, എനിക്കിനി വയ്യ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഐ ഡോണ്ട് നോ, ഐ ഫീൽ ലൈക്ക് ലെറ്റ്സ് ക്ലോസ് ഇറ്റ് എന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു മമ്മി ഇനിയും കീറാനായിട്ട് എനിക്ക് വയ്യ. അപ്പം മമ്മി പറഞ്ഞു നീ സാക്ഷിയൊക്കെ കണ്ടതല്ലേ, ചിലപ്പോൾ ഇത് ഇവിടെ ഹീലായാലും അതുകൊണ്ടായിരിക്കും ഇത് ക്ലോസ് ആയെന്ന് പറഞ്ഞു. അന്ന് ക്ലോസ് ആയിട്ട് പിന്നെ എനിക്ക് അത് കംപ്ലീറ്റ്ലി ഹീലായി. എനിക്ക് അതിന് മുൻപ് അങ്ങനെയല്ലായിരുന്നു, എനിക്ക് ഭയങ്കര പെയിന്, അപ്പോഴേക്ക് പിന്നെയും കീറും, എനിക്ക് ഫീവർ ഇഷ്യൂ വരും, ആ പസ് ഇതാക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ അന്ന് ക്ലോസ് ആയിട്ട് പിന്നെ ഇതുവരെ എനിക്ക് ഇതാക്കില്ല. പിന്നെ ഞാൻ ചെക്കപ്പിന് പോയി, ഡോക്ടർ പറഞ്ഞു ഇറ്റ് ഈസ് ഹീൽ, ഹൗ കം എന്നോട് ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ ഡോക്ടർ, ഇറ്റ്സ് ജസ്റ്റ് എ മിറാക്കിൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടിയതായിരുന്നു ഈ ഒരു അവസ്ഥയിൽ. ഞങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും ഓരോ ജോലിക്കാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴേക്കും ഓരോ അത്ഭുതങ്ങളാണ് നടന്നേക്കുന്നത്. അത് ഉടമ്പടി വെക്കുക മാത്രമല്ല, പക്ഷേ ഓരോ കാര്യങ്ങൾ അതേപോലെ തന്നെ അച്ഛൻ്റെ ആരാധന കൂടിയും 5:30 ട്യൂസ്ഡേയിൽ ആരാധന കൂടി കഴിയുമ്പോഴും നടക്കുന്നത് ഓരോ ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഓരോ അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ ഓർഗനൈസേഷനിൽ നിന്ന് എനിക്ക് ഒരു യൂറോപ്പിൻ്റെ ബിസിനസ് നീഡിന് വേണ്ടി പോകാനായിരുന്നു, പക്ഷെ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവം. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച വേറൊരു കാര്യത്തിനായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയും എനിക്കൊരു കോൾ വരുവാണ് എൻ്റെ മാനേജറിൻ്റെ കയ്യിൽ നിന്ന്, യു വിൽ ബി ഗോയിങ് ടു ലൈക്ക് ടു യൂറോപ്പ് ആൻഡ്
ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്, ഐ കുഡ് ടേക്ക് മൈ ഹസ്ബൻഡ് ഓൾസോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓരോ കാര്യങ്ങളും തന്ന ദൈവം മാതാവ് എനിക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര നാണക്കേടും അവരെന്ത് വിചാരിക്കും, അതേപോലെ സാക്ഷ്യം പറയാനും ഒക്കെ എനിക്ക് ഭയങ്കര നാണക്കേടും ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് ഞാൻ പറഞ്ഞില്ല, വേ ഓഫ് ലിവിങ് ആയിന്ന്, അതേ പിന്നെ എനിക്കത് കൊടുക്കുന്നതിനൊരു നാണക്കേടും, എനിക്ക് അത്രയും ആഗ്രഹത്തോടെ ആൾക്കാരോട് കൊടുക്കാനും പത്രങ്ങൾ കൊടുക്കാനും ഡിസ്ട്രിബ്യൂട്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് അവർ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല, കാരണം ഇനി അവരത് കളഞ്ഞാലോ എന്നോർത്ത്. അതേപോലെ തന്നെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ ആവശ്യമുള്ളവർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്തെങ്കിലും എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സോ ഒക്കെ അനാഥാലയത്തിലോ അല്ലെങ്കിലോ ഈ ഹോസ്പിറ്റലിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ കൊടുക്കുകയും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ട് പറ്റാവുന്ന എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും മെറ്റീരിയലിസ്റ്റിക്കായിട്ടും ഒക്കെ ഞങ്ങൾ കൊടുത്തു തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. ഞങ്ങളതിൽ വിശ്വസിക്കുകയും ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയും അതേപോലെ തന്നെ ആൾക്കാരോട്, എൻ്റെ കസിൻസിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഈ ഇവിടുത്തെ ഉടമ്പടി ഇതിനെക്കുറിച്ച് പറയുകയും അവർ വന്ന് എടുക്കുകയും അവർക്കും അനുഗ്രഹങ്ങൾ ഒരുപാട് തന്ന് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. സോ താങ്ക് യു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 16-ാം അധ്യായം 13-ാം തിരുവചനം. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായി ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. പഴയ നിയമത്തിലെ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ ദൈവമായ കർത്താവ് ഹാഗാറിനോട് സംസാരിക്കുന്നതാണ്. ഒരു സങ്കടകാലത്ത് തൻ്റെ യജമാനത്തിയിൽ നിന്ന് ഓടിയകന്നപ്പോൾ ദൈവത്തോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ പേഴ്സണലായി വിളിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന ഒരു പേരാണ് എൽറോയി. ഉടമ്പടിയിലേക്ക് വരുന്ന എല്ലാ മക്കളും അമലയെ പോലെ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എനിക്ക്, ഈശോ എനിക്ക് ഒരു വ്യക്തിയായി അല്ലെങ്കിൽ എൻ്റെ രക്ഷകനായി ഞാൻ അംഗീകരിക്കുന്ന ആ നിമിഷം മുതൽ ഇവിടെ അമല ഏറ്റുപറയുകയായിരുന്നു, എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ നാണക്കേടുകളും അവസാനിച്ചു. ഞാൻ ഏതെല്ലാം കാര്യങ്ങളിൽ മുൻകൈയെടുത്ത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു പരിപൂർണ അവബോധം എന്നിലേക്ക് വന്നു എന്നൊക്കെയാണ് ഇവിടെ അമല ഏറ്റുപറയുന്നത്. അച്ഛനെപ്പോഴും പറയാറുണ്ട്, ചിലരെല്ലാം ഉടമ്പടി എടുക്കുന്നത് വീട്, വിവാഹം, കുഞ്ഞ്, അതിനുശേഷം PR, പെൻഷൻ, അതോടുകൂടി എൻ്റെ എല്ലാ ജീവിത സാധ്യതകളും അവസാനിച്ചു, ഇനി എനിക്ക് സ്വസ്ഥമായിരിക്കാം. അതൊരു വിഡ്ഢിയായ ധനികനായ മനുഷ്യനെക്കുറിച്ച് നീ തിന്നുകുടിച്ച് ആസ്വദിക്കുക. പക്ഷേ ഇന്ന് നിന്നോട് നിൻ്റെ ആത്മാവ് നിന്നെ നിനക്ക് ദൈവം കണക്ക് ചോദിക്കേണ്ടി വരുമ്പോൾ നിൻ്റെ ഈ ധനികതയും നിൻ്റെ ധനാഢ്യ ജീവിതമെല്ലാം എവിടെ പോയി എന്നുള്ളൊരു ഭോഷനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിനെല്ലാം നാം ഒരു ആസ്തിയായിട്ടാണ് ഇപ്പോൾ ഉടമ്പടി ജീവിതം അമലയ്ക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതൊരു മുൻകരുതലാണ്, എനിക്കുള്ള ജീവിതത്തിൻ്റെ മുൻകരുതൽ, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ജീവിത ശൈലിയായിട്ടിത് മാറിയിരിക്കുന്നത്. അമലയുടെ ജീവിത എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, വളരെ കൃത്യമായി ഒരു ബയോപ്സി ടെൻഷനിലേക്ക് വന്നപ്പോൾ പോലും പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് നെഗറ്റീവ് റിപ്പോർട്ട് നൽകി ആശ്വസിപ്പിക്കുന്നു. എല്ലാ കാര്യത്തിലും വിട്ലിഗോ ഹീലിംഗ് നൽകി പെട്ടെന്ന് തൻ്റെ അസ്വസ്ഥതകളിലെല്ലാം ചോദിക്കുന്ന ഉടനെ തന്നെ എല്ലാത്തിനും ഡെലിവറി കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നാം കേൾക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ എപ്പോഴും അടിക്കടി കൂടെ നിൽക്കുന്ന ഒരു വലിയ ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഉടമ്പടി എന്താണെന്നും ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിത അവസ്ഥകൾ എന്താണെന്നും മകൾ ഏറ്റുപറയുകയായിരുന്നു. നമ്മുടെ ഏത് തന്നെ അവസ്ഥയിലായാലും നമ്മെ പരിശുദ്ധ അമ്മ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ അവസ്ഥയെക്കുറിച്ച് നാം എപ്പോഴും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എനിക്കൊന്നും തന്നെ സംഭവിക്കില്ല. പല മക്കളും ഈ അൾത്താരയിൽ നിന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുന്നത്, എനിക്ക് ഒട്ടും തന്നെ ഇപ്പോൾ ഭയമില്ല, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. പരിശുദ്ധ അമ്മയുടെ കാശുരൂപത്തിൻ്റെ ആ വലിയ സാമീപ്യം എന്നോട് കൂടെയുണ്ട്. എൻ്റെ ഉടമ്പടി ആയുധങ്ങൾ എന്നോട് കൂടെയുണ്ട്. നേർച്ച വസ്തുക്കളെല്ലാം തന്നെ ഞാൻ കൃത്യസമയത്ത് ഉപയോഗിക്കുന്നു. അമലയുടെ മനോഹരമായൊരു
വളരെ പവർഫുള്ളായിട്ടുള്ള സാക്ഷ്യം നമുക്കെല്ലാം പ്രചോദനം അരുളട്ടെ. നമുക്കെല്ലാവർക്കും ഈ സാക്ഷ്യം കേൾക്കുകയും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ധന്യമാവുകയാണ്. ഉടമ്പടി എടുക്കുന്നവർക്കെല്ലാം ഒരു വലിയ ജീവിത സാധ്യതകൾ പരിശുദ്ധ അമ്മ നൽകുകയാണ്. കാരണം ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും അമ്മയുടെ മാധ്യസ്ഥമാണ് നമ്മെ സഹായിച്ച് രക്ഷിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ മക്കളുടെയും ജീവിതാവസ്ഥകളെല്ലാം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മ ഉത്തരം